أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. نحمد الله ونستعينه ونصلي على حبيبه المصطفى وآله وأصحابه الشرفاء. أما بعد. വളരെ സമാദരണീയരായ ഈ മഹത്തായ വേദിയിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന ഇതിൻ്റെ അധ്യക്ഷൻ അവറുകളെ, ഇവിടെ സന്നിഹിതരായ സയ്യിദ് മുത്തുക്കോയത്തങ്ങളൽ ബാഫക്കി അടക്കമുള്ള സാദാത്യങ്ങളെ, എനിക്ക് പരിചയമുള്ളവരും ഇല്ലാത്തവരുമായ ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമ കൊട്ടാരക്കര താലൂക്കിൻ്റെയും അതിൻ്റെ മേൽഘടകങ്ങളുടെയെല്ലാം ബഹുമാന്യരായ ഉസ്താദുമാരെ, വളരെ പ്രിയങ്കരായ പണ്ഡിത സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, പ്രിയപ്പെട്ടവരെ, ഇവിടെ സൂചിപ്പിച്ചതുപോലെ വിചാരിച്ച സമയത്തിനേക്കാൾ കുറച്ച് ലേറ്റായിട്ടാണ് ട്രെയിൻ എത്തിയത്. അതുകൊണ്ടുണ്ടായ ചില സാങ്കേതികത്വങ്ങളാണ്. കാത്തിരുന്ന് മുഷിഞ്ഞ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഉസ്താദ് ഇവിടെ ദുആ നിർവഹിക്കുകയുണ്ടായി. നിങ്ങളുമായി പരിചയപ്പെടാനും ഇതേപോലെ വളരെ ശ്രദ്ധേയമായ 70 ക്യാൻസർ രോഗികൾക്ക് ചികിത്സാ സഹായ വിതരണം അടക്കം നടന്ന ഈ പരിപാടിയുടെ ഭാഗമാകുവാനും കഴിഞ്ഞതിൽ അല്ലാഹു ഇതിൽ ഖൈർ പ്രദാനിക്കട്ടെ എന്ന് ദുആ ചെയ്യുകയും അതിലുള്ള സന്തോഷം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു. സർവമത സത്യവാദം, അതിൻ്റെ യാഥാർത്ഥ്യം എന്ത് എന്നൊരു തലക്കെട്ട് ഇതിൻ്റെ ഉസ്താദുമാർ നൽകിയിരുന്നു. അത്ര വലിയൊരു ഭീഷണിയായിട്ടൊന്നും നമ്മുടെ ഇടയിൽ ആ ഒരു കാഴ്ചപ്പാട് പ്രചാരം നേടിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പൊതുവെ മതബോധം എന്ന് പറയുന്ന ഒരു ജാഗ്രത, അല്ലെങ്കിൽ മതബോധം എന്ന് പറയുന്ന ഒരു തിരിച്ചറിവ് പൊതുബോധത്തിന് എതിരാണെന്നുള്ള ആസൂത്രിതമായൊരു അട്ടിമറി അല്ലെങ്കിൽ ഒരു പ്രചരണ വേല സമൂഹത്തിൽ വ്യാപകമായി നടക്കുന്നുണ്ട്. മതജീവികളും പൊതുജീവികളും, അതേപോലെ മതബോധവും പൊതുബോധവും, അത് രണ്ടും വിപരീതങ്ങളായിട്ടാണ് പൊതുവെ അവതരിപ്പിക്കപ്പെടുന്നത്. പൊതുമേഖലയുമായി ബന്ധപ്പെട്ട, ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട, നാം കലാ സാഹിത്യ മേഖലകൾ എന്നൊക്കെ പറയുന്ന പൊതുവെ സമൂഹത്തിൽ ശബ്ദവും സ്വീകാര്യതയും വർദ്ധിച്ച ആളുകളൊക്കെ ഇടപെടുന്ന മേഖല, അത് പൊതുമേഖലയും ഒന്നുകൂടി ചരിത്രവും ഭാവിയുമൊക്കെ ആലോചിച്ചുകൊണ്ട് ധാർമ്മിക വ്യവസ്ഥയുടെ അല്ലെങ്കിൽ ധാർമ്മിക ബോധത്തിൻ്റെ പ്രാധാന്യമൊക്കെ ഊന്നിക്കൊണ്ട് സംസാരിക്കുന്ന ആളുകൾ ഈ കാലഘട്ടത്തോട് ചേരാത്ത മതജീവികളുമാണ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു ലൈൻ. നമുക്കറിയാമത്. ഈ ഗ്യാപ്പ് പരിഹരിക്കാൻ പരിശുദ്ധ ഇസ്ലാമാണ് മതബോധം എന്നതുകൊണ്ട് പൊതുവെ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും വിമർശകരും നിരൂപകരും കൊണ്ടുപോയി വെക്കാറുള്ളത്. മതവിമർശനം എന്ന് പറയുന്നതിന് തന്നെ ഇസ്ലാം വിമർശനം എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഇസ്ലാം വിമർശം എന്നുള്ളതാണ് അതിൻ്റെ പ്രായോഗികമായ അർത്ഥം. അപ്പോൾ ഈ
പൊതുജീവിതത്തിൻ്റെ ഭാഗം ആയി വരുന്ന മുസ്ലിം സഹോദരിമാർക്ക് അവരനുഭവിക്കുന്ന ചില വൈഷമ്യങ്ങൾ, അവരുടെ മേശവുമായി ബന്ധപ്പെട്ട, വിശ്വാസവുമായി ബന്ധപ്പെട്ട, അവരുടെ കരുതലുകളുമായി ബന്ധപ്പെട്ട, മാറി നിർത്തങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പരിഹസിക്കപ്പെടുമ്പോൾ അതിന് പരിഹാരമെന്നോണം വളരെ മാർക്കറ്റുള്ള ഒരു കാഴ്ചപ്പാടായി വികസിച്ചു വരുന്നു. ഒരു കാര്യം ചെയ്യാം, ഇസ്ലാം തെറ്റാണെന്ന് നമ്മൾ പറയണ്ട. അതേസമയം എല്ലാവർക്കും സ്വീകാര്യമായ തരത്തിൽ ഈ ഇസ്ലാമിനെ നമുക്ക് ഒന്ന് അയവ് വരുത്തി, മൃദുലതപ്പെടുത്തി, അതിനെ വളരെ ഒരു അപ്ഡേറ്റഡ് വേർഷനായിട്ട് നമുക്ക് പരിചയപ്പെടുത്താം. ഈ തരത്തിലുള്ള ഒരു സമീപനമാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇസ്ലാമിൻ്റെയും മുസ്ലിമിൻ്റെയും ഭാഗമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവരുടെ സർവമത സത്യവാദത്തിൻ്റെ ഒരു ബേസ്. അപ്പോൾ സ്വാഭാവികമായി ക്രൈസ്തവ, ഹൈന്ദവ അല്ലെങ്കിൽ നിർമ്മത, നിരീശ്വരവാദ സമൂഹങ്ങളുമായി നമുക്ക് മാനുഷികമായി നല്ല ബന്ധമാണുള്ളത്, വ്യക്തിപരമായി നല്ല സൗഹൃദമാണുള്ളത്. പക്ഷെ അതിനപ്പുറം ആശയപരമായി ഹൈന്ദവ തത്വ ദർശനങ്ങളിൽ ഏതൊക്കെ നമുക്ക് അംഗീകരിക്കാൻ കഴിയും, ക്രൈസ്തവ വേദങ്ങളിൽ നിന്ന് ഏതിനെയൊക്കെ നമുക്ക് അംഗീകരിക്കാൻ കഴിയും, ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ആധ്യാത്മികമായ കാഴ്ചപ്പാട് ഏതൊക്കെ അളവിൽ ഹൈന്ദവത മുന്നോട്ട് വെക്കുന്ന സനാതന ദർശനങ്ങളുമായി പൊരുത്തപ്പെട്ട് കിടക്കുന്നു, ബൈബിളിനെ ഇഞ്ചിയിലാക്കുവാൻ, പുതിയ നിയമങ്ങളെ ഇഞ്ചിയിലാക്കുവാനും പഴയ നിയമങ്ങളെ തോറത്താക്കുവാനും എന്തെങ്കിലും പഴുതുകളുണ്ടോ എന്നിത്യാദി കാര്യങ്ങളിലുള്ള ഗവേഷണമാണ് വളരെ സജീവമായി നടന്നുകൊണ്ടിരിക്കുന്നത്. പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് മുസ്ലിം സഹോദര സഹോദരിമാർ അതിൽ ആകൃഷ്ടരാണ്. അതേസമയം ആഗോളതലത്തിലുള്ള, ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല, ഒരു വാക്കിന് പറഞ്ഞാൽ ഒരു സർവമത സത്യവാദമുണ്ട്. സിൻക്രറ്റിസം അല്ലെങ്കിൽ പെരിണിയൽ ഫിലോസഫി എന്നൊക്കെ പറയുന്ന ലോകത്തെ എല്ലാ മതങ്ങളിൽ നിന്നും എല്ലാ തത്വവിചാരങ്ങളിൽ നിന്നും ആധുനിക ലോക സാമൂഹിക വീക്ഷണത്തോട് പൊരുത്തപ്പെടുന്ന കാര്യങ്ങൾ മാത്രം സംശീകരിച്ചെടുത്തുകൊണ്ട് എല്ലാ മതങ്ങളിൽ നിന്നും ആളുകൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന വശങ്ങൾ മാത്രം അടർത്തിയെടുത്തുകൊണ്ട് ഒരു പുതിയ കാഴ്ചപ്പാടുണ്ടാക്കുക, എല്ലാവർക്കും അംഗീകരിക്കാൻ കഴിയുന്ന ഒരു ദൈവസങ്കല്പം ഉണ്ടാക്കുക. അതിനാണ് പ്രിസ്ക തിയോളജി എന്ന് പറയുന്നത്. ആ പ്രിസ്ക തിയോളജിയെ ബേസ് ചെയ്തുകൊണ്ട് വ്യക്തി ജീവിതവും കുടുംബജീവിതവും സാമൂഹിക ജീവിതവും മുന്നോട്ട് കൊണ്ടുപോകുവാൻ ലോകത്തുള്ള പുരാതനമായ പഴംപുരാണങ്ങളായിട്ടുള്ള മതങ്ങളടക്കം മധ്യകാല ആധുനിക തത്വദർശനങ്ങളടക്കം എല്ലാ വിശ്വാസധാരകളും പരിശോധിച്ചിട്ട് അതിൽ നിന്ന് എല്ലാവർക്കും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ മാത്രം ക്രോഡീകരിക്കുക. ഈ കാഴ്ചപ്പാട് പടിഞ്ഞാറൻ ലോകത്ത് പണ്ടേയുണ്ട്. ആ കാഴ്ചപ്പാടിൻ്റെ ചെറിയൊരു വേഷനാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പ്രശ്നം, വ്യക്തിക്ക് ആത്മാഭിമാനമുള്ളതുപോലെ പൊതുവെ ഈ ആദർശബോധം സംസാരിക്കുന്ന ഇസ്ലാമിൻ്റെ വിശ്വാസ കാര്യങ്ങളിൽ കണിശത പുലർത്തുന്ന ആളുകൾ നേരിടുന്ന ഒരു വിമർശനം, എവിടെയും കുഴപ്പവും ഇടങ്കോലും ഇടുന്നവരാകും അവർ എന്നുള്ളതാണ്. പക്ഷെ അതല്ല കാര്യം. വ്യക്തിക്ക് ആത്മാഭിമാനമുള്ളതുപോലെ തന്നെ ആദർശ പ്രസ്ഥാനത്തിനും ആദർശങ്ങൾക്കും വിശ്വാസങ്ങൾക്കും ആത്മാഭിമാനമുണ്ടാകും. ഒരിക്കലും ഇവിടെയുള്ള ക്രൈസ്തവ സഹോദരങ്ങൾ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ അവകാശം അല്ലെങ്കിൽ അതിൻ്റെ ആചരണത്തിൻ്റെ അർഹത, ആ വിശ്വാസത്തിൻ്റെ വേരുകൾ, അതിൻ്റെ പാരമ്പര്യം, പൈതൃകം അത് യഹൂദ മതത്തിന് അവകാശപ്പെട്ടതാണ് അല്ലെങ്കിൽ ഇസ്ലാം മതത്തിന് അവകാശപ്പെട്ടതാണ് എന്ന് സമ്മതിക്കാൻ ഒരിക്കലും തയ്യാറാവുകയില്ല. അവരുടെ ക്രിസ്മസും അവരെ ഈസ്റ്ററും
അവരുടെ പെസഹവ്യാഴവും ക്രൈസ്തവരുടെ ദുഃഖവെള്ളിയുമൊക്കെ അവർക്ക് അവരുടേതായ പ്രമാണങ്ങൾ കൊണ്ട് സ്ഥിരപ്പെട്ട സവിശേഷ ദിവസങ്ങളാണ്. ദുഃഖിക്കുവാനോ ഓർമ്മിക്കുവാനോ സന്തോഷിക്കുവാനോ ഒക്കെയുള്ള ദിവസങ്ങളാണ്. ഹൈന്ദവർക്കും അതുപോലെ തന്നെയാണ്, മറ്റു മതക്കാർക്കും അതുപോലെ തന്നെയാണ്. ഇത് ഓരോ വിശ്വാസികൾക്കും അവരവരുടെ വിശ്വാസപരമായ തനിമയും തന്മയത്വവും അതിൻ്റെ ഫണ്ടമെൻ്റലായ കാര്യങ്ങൾ അതേപടി നിലനിർത്തിക്കൊണ്ട് തന്നെ മാനുഷികമായിട്ടുള്ള സൗഹൃദത്തിനും മാനുഷികമായിട്ടുള്ള സഹവർത്തനത്തിനും സാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളതാണ് മതേതരത്വം കൊണ്ട് വിവക്ഷിക്കപ്പെടുന്നത്. ഇന്ത്യൻ മതേതരത്വം എന്ന് പറഞ്ഞാൽ അതാണ്. എല്ലാ മതങ്ങൾക്കും ആ മതത്തിൻ്റെ ഐഡൻറ്റിറ്റിയും ഫ്രെയിമും അതിൻ്റെ ചട്ടക്കൂടും ഭദ്രമായി നിലനിർത്തിക്കൊണ്ട് സഹോദരണ്യനെ ജീവിക്കുവാൻ കഴിയുന്ന സാഹചര്യം. യൂറോപ്യൻ സെക്കുലറിസം എന്ന് പറഞ്ഞാൽ അതല്ല, മതമില്ലായ്മയാണ് അവിടെയുള്ളത്. പക്ഷേ ഇസ്ലാമിൻ്റെ പേരിൽ മാത്രമേ ഇതിവിടെ വരുന്നുള്ളൂ. അതാണ് ശ്രദ്ധേയമായ കാര്യം. ഞാൻ ഓരോരുത്തരുടെ പേരുകൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇപ്പം രണ്ട് ടെൻഡൻസികൾ നമുക്ക് ആ മേഖല ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ കഴിയും. ഒന്ന്, ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യൻസിനും ഇടയിൽ വലിയ തർക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് മാക്സിമം തർക്കങ്ങൾ കുറക്കാൻ വേണ്ടി ഈ മൂന്ന് മതങ്ങളുടെയും ദർശനങ്ങൾ എവിടെയെങ്കിലും ഒരുമിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാം. ഒന്നാമത്തെ കാര്യം, അങ്ങനെ ഒരു തർക്കം നടക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതാണ്. അങ്ങനെ ഒരു തർക്കം നടക്കുന്നില്ല. ഫേസ്ബുക്കിലും വാട്സാപ്പിലും സ്ഥാപിത താല്പര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന മീഡിയകളിലുമല്ലാതെ ഗ്രാസ് റൂട്ട് ലെവലിൽ കേരളത്തിന്റെ മണ്ണിൽ ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ഇടയിൽ പ്രശ്നങ്ങളില്ല. ഹിന്ദുക്കൾക്കും ക്രിസ്ത്യൻസിനും ഇടയിൽ അല്ലെങ്കിൽ മുസ്ലിംസിനും ക്രിസ്ത്യൻസിനും ഇടയിൽ തർക്കങ്ങളില്ല, പ്രശ്നങ്ങളില്ല. അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ആ അഭിപ്രായ വ്യത്യാസങ്ങളെ ഊതി വീർപ്പിച്ച് പെരുപ്പിച്ച് രാഷ്ട്രീയ നേട്ടം കൊയ്യാൻ ചില ആളുകൾ ശ്രമിക്കുന്നുമുണ്ട്. അത് താഴെ തട്ടിലേക്ക് പൊതുജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിയിട്ടില്ല. അങ്ങനെ ഒരു തർക്കം നിർമ്മിതമായ തർക്കമാണ്. നമ്മൾ ഓഫീസിലേക്ക് ചെന്നാൽ, ഹോട്ടലിൽ പോയാൽ, ബസ്സിൽ കയറിയാൽ, ട്രെയിനിൽ കയറിയാൽ, റേഷൻ കടയിൽ പോയാൽ, മെഡിക്കൽ കോളേജിൽ പോയാൽ, സാധാരണ ജീവിതത്തിൻ്റെ വ്യവഹാരങ്ങൾ നടക്കുന്ന ഏതാണ്ടെല്ലാ മേഖലയിലും പോയാലും അവിടെയെല്ലാം കേരളത്തിലുള്ള ജനങ്ങൾ, മലയാളികൾ ഒറ്റക്കെട്ടാണ്. അല്ലറ ചില്ലറ അഭിപ്രായ വ്യത്യാസങ്ങൾ എവിടെയും ഉണ്ടാകും. അത് വലുതാണ് എന്ന് കാണിക്കേണ്ടത്, ശിഥിലീകരണം കേരളത്തിൽ സംഭവിച്ചു എന്ന് കാണിക്കേണ്ടത് ചില ആളുകൾക്കുള്ള താല്പര്യമാണ്. നമ്മളതൊരിക്കലും സമ്മതിക്കാൻ, നമ്മുടെ ആദർശം അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസം, നമ്മുടെ നിലപാട് അതല്ല. എന്തെങ്കിലും എവിടെയെങ്കിലും നേരിയ ഒരു വാലോ നൂലോ ഉണ്ടെങ്കിൽ അത് ഈ സമുദായത്തെ ബാധിച്ച തലയാണ് എന്ന് പറയേണ്ട കാര്യം നമുക്കില്ല. അതൊക്കെ ഗവൺമെന്റ് ചെയ്യേണ്ട സംഗതികളേ ഉള്ളൂ. ജാഗ്രത ആവശ്യമാണെന്ന് മാത്രം. പക്ഷേ അങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്ന് വരുത്തിയിട്ട് എന്നിട്ട് പിന്നെ ആ പ്രശ്നം ഇല്ലാതാക്കാൻ എന്താ ചെയ്യുക? അപ്പം അവർ ദുരുപയോഗം ചെയ്യുന്നൊരായത്ത് ഞാൻ കൂടുതൽ പറയുന്നില്ല. ഞാൻ ഒരു ശബ്ദം കീപ്പ് ചെയ്തുകൊണ്ട് പറയുന്നത് എന്താണെന്നറിയില്ല. ഞാൻ ഈ കൊല്ലം തെക്കിലേക്ക് വരുമ്പോഴൊക്കെ എൻ്റെ ഒച്ച പോവുകയാണ്. യാത്രയുടെ ദൈർഘ്യം കൊണ്ടായിരിക്കും. എന്നാലും നിങ്ങളിവിടെ ഇരിക്കുന്നത് കൊണ്ട് നമുക്കാർക്കും നിരാശ ഉണ്ടാവാനും പാടില്ല. അള്ളാഹു നമ്മെ സ്വീകരിക്കട്ടെ. ഇന്നല്ലദീന ആമനു വല്ലദീന ഹാദു വന്നസാറ വസ്സാബിഊൻ മൻ ആമന ബില്ലാഹി വൽയൗമിൽ ആഖിരി വഅമല സ്വാലിഹാ ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ഇത് കേരളത്തിലെ ഒരുപാട് ആളുകൾ ഇപ്പോൾ ദുരുപയോഗം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ വ്യക്തികളുടെ പേരുകൾ ഒഴിവാക്കുന്നത് ഈ സദസ്സിൻ്റെ ഒരു രംഗഭാഷ മലിനമാക്കണ്ട എന്ന് മനസ്സിലാക്കിയിട്ടാണ്. ഇവിടെ വൈരനിര്യാതനമല്ലല്ലോ നമ്മുടെ ഉദ്ദേശം, വ്യക്തികൾക്കെതിരെ പറയലല്ലോ. ആ ആയത്തിന് ഒരു ദുർവ്യാഖ്യാനപരമായ ഒരു ആശയത്തിന് സാധ്യതയുണ്ട് തീർച്ചയായും. ഇന്നല്ലദീന ആമനു, സത്യവിശ്വാസികളായ മോമിനീങ്ങളും, വല്ലദീന ഹാദു വന്നസ്വാറ, യഹൂദ സമൂഹവും ക്രൈസ്തവ സമൂഹവും, വസ്വാബിഊൻ, സ്വാബിഊൻ എന്നതിൻ്റെ വിശദീകരണം അല്ലെങ്കിൽ അതിനെ കുറിക്കുന്ന അതിൻ്റെ തഫ്സീർ തന്നെ അത് ബൈബിളിൻ്റെ പഴയ നിയമം എന്ന് പലരും പറയുന്ന, അല്ലെങ്കിൽ തോറ, അതിൻ്റെ മുമ്പുണ്ടായിരുന്ന സബൂർ,
തൗറാത്തിന്റെ മുമ്പുള്ള വേദഗ്രന്ഥമായ സബൂർ അനുസരിച്ചുകൊണ്ട് ജീവിച്ചിരുന്ന സമൂഹം എന്നൊരു അതിന് വ്യാഖ്യാനമുണ്ട്. പേർഷ്യൻ മെസപ്പൊട്ടോമിയൻ ഭാഗങ്ങളിൽ ജീവിച്ചിരുന്ന അഗ്നി ആരാധകരായിട്ടുള്ള സൗരാഷ്ട്ര മതക്കാരാണ് സാബിയൂങ്ങൾ എന്ന അഭിപ്രായമുണ്ട്. അങ്ങനെ പ്രത്യേകിച്ചൊരു മതവിഭാഗവുമല്ല. ലോകത്ത് വ്യവസ്ഥാപിതമായ മതങ്ങൾക്ക് കീഴിലല്ലാതെ ജീവിക്കുന്ന എല്ലാ ആളുകളും എന്ന് പറഞ്ഞാൽ സ്വതന്ത്ര ഇന്ത്യകർ വരെ അതിൽ വരും. ഇങ്ങനെ എല്ലാവരെ കുറിച്ചും ഒരു പക്ഷേ പറയാൻ കഴിയുന്ന ഒരു പ്രയോഗമാണ് സാബിയൂൻ. ഇങ്ങനെ ആരായാലും, മുസ്ലിമീങ്ങളായാലും ക്രൈസ്തവരായാലും യഹൂദികളായാലും ആരായാലും പരലോകം രക്ഷപ്പെടണമെങ്കിൽ ഇത്രയേ ഉള്ളൂ: ഈ 4 കൂട്ടരിൽ നിന്നും മൻ ആമന ബില്ലാ. ഇത് നമ്മൾ പറയുന്ന വ്യാഖ്യാനമല്ല, അവർ പറയുന്ന വ്യാഖ്യാനമാണ്. ഈ പ്രപഞ്ചത്തിനൊരു സർവേശ്വരനുണ്ടെന്ന് ആരെങ്കിലും വിശ്വസിച്ചാൽ, വല്യവുമിൽ ആഖിർ, ബിഗ് ബാങ്ങിലൂടെ ഉണ്ടായ, ഞാൻ അവിടെ വാക്കുകൾ അപ്പടി കടമെടുക്കുകയാണ്, ബിഗ് ബാങ്ങിലൂടെ ഉണ്ടായ ഈ പ്രപഞ്ചത്തിന് ബിഗ് ക്രഞ്ചിലൂടെ ഒരു അവസാനവുമുണ്ടെന്ന് ആരെങ്കിലും വിശ്വസിച്ചാൽ, പിന്നെയോ അമില സ്വാലിഹൻ, ഓരോ ആളുകളും ജീവിക്കുന്ന നാടുകളുടെ ഭരണഘടന അനുസരിച്ചുകൊണ്ട് മാനം മര്യാദക്ക് ജീവിക്കുകയും ചെയ്താൽ, ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവർക്ക് പരലോകത്തിൽ ദുഃഖിക്കേണ്ടി വരില്ല, വ്യസനിക്കേണ്ടി വരില്ല, അവർക്ക് സങ്കടപ്പാടുകളില്ല. ഫലത്തിൽ അവർ പരലോകത്തിൽ വിജയിച്ചവരാണ്. എന്തു മനോഹരമായ ആശയമാണ് വാസ്തവത്തിൽ ആ ആയത്തിന് ഞാനിപ്പോൾ പറഞ്ഞൊരു കാഴ്ചപ്പാട്. ആരെയും പ്രയാസപ്പെടുത്തണ്ട, ആരെയും മുഖം ചൊളിപ്പിക്കേണ്ട കാര്യമില്ല. ഇവിടെ വിശുദ്ധ ഖുർആൻ സാർവമതത്തിന്, എല്ലാ സാർവജനീനമായ പ്രത്യയശാസ്ത്രങ്ങൾക്കും സ്വീകാര്യമായ ഒരു സിദ്ധാന്തം ഇതാ മുന്നോട്ട് വെക്കുന്നു. നിങ്ങൾ ഏത് മതത്തിൽ വിശ്വസിക്കുകയാണെങ്കിലും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ ഇത്രയേ വേണ്ടൂ: പ്രപഞ്ചം സ്വയംഭൂവല്ല, നാഥനുണ്ടെന്ന് വിശ്വസിക്കണം. പ്രപഞ്ചത്തിന് അവസാനം ഉണ്ട്, അവിടെയാണ് ആത്യന്തികമായ നീതി നടപ്പിൽ വരുത്തപ്പെടുക എന്ന് വിശ്വസിക്കണം. അവർ ജീവിക്കുന്ന സമൂഹത്തിൽ ശരിയും തെറ്റും തീരുമാനിക്കുവാൻ ഒരു ധാർമ്മികമായിട്ടുള്ള ഒരു പാരാമീറ്റർ അവലംബിക്കണം. അത് ഭരണഘടനയാണെങ്കിലും കുഴപ്പമില്ല, പക്ഷെ അനീതി ഉണ്ടാവരുത് എന്ന് മാത്രം. പരലോകം വിജയിക്കാൻ അത്ര മതി എന്ന്. അതൊരു ദുർവ്യാഖ്യാനമാണ് എന്ന് നമ്മൾ വിശദീകരിച്ച് പറയേണ്ട കാര്യമില്ല. കാരണം യഹൂദികൾക്കിടയിലേക്കും നസാറാക്കൾക്കിടയിലേക്കുമാണ് ഇസ്ലാം പറയാൻ ആര് ചെന്നത്? മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്നത്. പ്രവാചകൻ ഈ വചനം കൊണ്ട് ഇതാണ് ഉദ്ദേശിച്ചതെങ്കിൽ പിന്നെ എന്തിനാണ് ഖൈബർ യഹൂദികളുമായി യുദ്ധമുണ്ടാകുന്നത്? പിന്നെ എന്തിനാണ് ക്രൈസ്തവ നജറാനി സംഘവുമായിട്ട് വാദപ്രതിവാദം ഉണ്ടാകുന്നത്? പിന്നെ എന്തിനാണ് ശാസ്ത്രവം? പിന്നെ എന്തിനാണ് ബഹിഷ്കരണം? മുൻകാലക്കാരായ ആളുകൾ വിശ്വസിച്ചിരുന്ന വേദഗ്രന്ഥങ്ങൾ മുഴുവനും അത് അള്ളാഹുവിങ്കൽ നിന്നുള്ള വേദഗ്രന്ഥങ്ങൾ തന്നെയാണെങ്കിലും ശരി, അതിന് നിയമപരമായ പ്രാബല്യം ഇനി ഇല്ല, അത് നിർവീര്യമാക്കപ്പെട്ടു എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് വിശുദ്ധ ഖുർആനുമായിട്ട് മുഹമ്മദ് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നത്. മാത്രവുമല്ല, മൻ ആമന ബില്ലാഹി എന്ന് പറയുകയാണെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിൻ്റെ വളരെ വ്യക്തമായ സ്പഷ്ടമായിട്ടുള്ള താല്പര്യം എന്താണ്? മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയ അല്ലാഹു അല്ലാതെ ആരാധ്യനില്ല എന്നാണ്. കാരണം അറബികൾക്കും അനറബികൾക്കും ലോകത്തിൻ്റെ പല ഭാഗത്തിലുള്ള ആളുകൾക്കും അള്ളാഹുവിനെ നേരത്തെ അറിയാമായിരുന്നു, പല നിലകളിൽ അറിയാമായിരുന്നു. അള്ളാഹുവിൻ്റെ ദാത്തും സിഫാത്തും വളരെ കൃത്യമായി മനസ്സിലാക്കിയ ആളുകളുമുണ്ട്, അതിനെ വക്രീകരിച്ചുകൊണ്ട് മാറ്റം വരുത്തിയ ആളുകളുമുണ്ടായിരുന്നു പ്രവാചകന്റെ ജീവിത കാലഘട്ടത്തിൽ. ഞാൻ ആ ഭാഗത്തേക്ക് പോവുകയല്ല. മക്ക മുശ്രിക്കീങ്ങൾക്ക് പോലും അള്ളാഹുവിനെ അറിയാം. പക്ഷേ നമ്മൾ ഈ പറയുന്നത് പോലെ അന്ത്യപ്രവാചകൻ പരിചയപ്പെടുത്തിയ ആ ഒരു വ്യവസ്ഥയിൽ അവർക്ക് അള്ളാഹുവിനെ അറിയില്ല. അപ്പം മൻ ആമന ബില്ലാഹി എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞാൽ തന്നെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ആരെങ്കിലും വിശ്വസിച്ചാൽ എന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ താല്പര്യം മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ വിശ്വസിച്ചാൽ എന്നാണ്. നമ്മളാരും ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കണമെന്നല്ലേ പറയാറുള്ളൂ. എന്തുകൊണ്ടാണ് നമ്മളാരും ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലി മരിക്കണമെന്ന് പറയാത്തത്? അതും ചിന്തിക്കാമല്ലോ. ഒരാൾ മുസ്ലിം ആവണമെങ്കിൽ 2 ഭാഗവും പറയണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നും പറയണം, മുഹമ്മദ് റസൂലുള്ളാഹി എന്നും പറയണം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
അതൊരു പൂർണ്ണതയാണ്. പക്ഷെ ഇസ്ലാമിലേക്ക് വന്നാൽ മൻ കാന ആഖിറു ഖൗലിഹി ഖൗല ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന, ആരുടെയെങ്കിലും അവസാനത്തെ സംസാരം അല്ലെങ്കിൽ സംസാരിച്ച കാര്യങ്ങളിൽ നിന്ന് അവസാനത്തെ സംസാരം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ആയി മാറിയാൽ അവൻ സ്വർഗത്തിൽ കടന്നു എന്ന്. അവിടെയൊന്നും ഹദീസിൽ മുഹമ്മദ് റസൂലുള്ളാഹി വന്നിട്ടില്ല. നമ്മുടെ സാധാ സംസാരത്തിൽ നമ്മൾ അങ്ങനെ പറയാറില്ല. എന്തുകൊണ്ടാണത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നൊരാൾ പറയുമ്പോൾ സ്വാഭാവികമായി അതിൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ വിശ്വാസം ഉൾപ്പെട്ടു. മുഹമ്മദ് റസൂലുള്ളാഹിയിൽ നിന്ന് വേർപ്പെടുത്തിയ ഒരു അള്ളാഹുവിനെ മുസ്ലിങ്ങൾക്ക് പരിചയമില്ല. അങ്ങനെ ഒരു അള്ളാഹു മുസ്ലിങ്ങൾക്കില്ല. അള്ളാഹുവിൽ വിശ്വസിക്കുമ്പോൾ ഇൻക്ലൂഡഡ് ആയി അതിൽ ഈ വിശ്വാസവും. അപ്പൊ സ്വാഭാവികമായി മൻ ആമന ബില്ലാഹി വ അമില സ്വാലിഹൻ, അല്ലെങ്കിൽ മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ എന്ന് പറഞ്ഞിടത്തുള്ള അള്ളാഹുവിലുള്ള വിശ്വാസത്തിൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തീർച്ചയായും പെട്ടിരിക്കുന്നു. അതിനെ ഞാൻ കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യം തന്നെയില്ല. ഭരണഘടന അനുസരിച്ച് കൊണ്ട് ജീവിക്കുക എന്നൊക്കെ ദുർവ്യാഖ്യാനിച്ചാൽ ലോകത്തെ ഏത് രാജ്യത്തിന്റെ ഭരണഘടനയാണ് പാലിക്കേണ്ടത്? UN ഒക്കെ ഒരു ഭരണഘടനയുണ്ടോ? ഇല്ല. ലോകത്തെ എല്ലാ സമൂഹവും UNOയെ അങ്ങനെ ഉണ്ടെങ്കിലും അംഗീകരിക്കുന്നുണ്ടോ? ഇന്ത്യയിലെ ഭരണഘടന, അവിടെ നേരത്തെ പറഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു, ബ്രിട്ടീഷ് ഭരണഘടനയും അമേരിക്കൻ ഭരണഘടനയും ഫ്രഞ്ച് ഭരണഘടനയും ഒക്കെ എടുത്ത് പരിശോധിച്ചിട്ട് അതിൽ നിന്ന് ഏറ്റവും നല്ല വശങ്ങളാണ് ഇന്ത്യൻ ഭരണഘടനയിൽ, നമ്മുടെ നാടിൻ്റെ മഹിതമായ ഭരണഘടനയിൽ ഇതിൻ്റെ ശില്പികൾ പിൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. ഓരോ നാട്ടിലും ഓരോ നിയമമല്ലേ. അത് കേവലം ഈ സർവമത സത്യവാദികൾക്ക് മാത്രമല്ല അത് മറുപടിയാകുന്നത്. സ്വതന്ത്ര ചിന്തകരായ എക്സ് മുസ്ലിങ്ങളായ ധാരാളം സഹോദര സഹോദരിമാർ പറയുന്നുണ്ട് ഇതേ ആർഗ്യുമെന്റ്. അവർക്ക് സർവമത സത്യവാദമല്ല വെളുപ്പിച്ചെടുക്കേണ്ടത്, മറിച്ച് വിശുദ്ധ ഖുർആനും ഹദീസും അനുസരിച്ച് കൊണ്ട് തന്നെ ജീവിക്കണമെന്ന് പറയേണ്ടതില്ല. ഒരു സമൂഹത്തിന് മാനം മര്യാദക്ക് ജീവിച്ചു പോകാൻ ശാസ്ത്രാവബോധവും ഭരണഘടനയും മതി എന്ന് പറയുന്ന എത്ര ആണുങ്ങളുണ്ട് നമ്മൾക്കിടയിൽ? എത്ര ചെറുപ്പക്കാരുണ്ട്, എത്ര ചെറുപ്പക്കാരികളുണ്ട്? അവരുടെ കൂടെ അറിവിലേക്ക് നമുക്ക് ചോദിക്കുവാൻ കഴിയും, ലോകത്തെ ഏത് രാജ്യത്തിന്റെ ഭരണഘടന വെച്ചുകൊണ്ടാണ് സമൂഹം മുന്നോട്ട് പോവുക? തർക്കം വരില്ലേ? ഇപ്പൊ ആഗോള പൗരൻ എന്ന് പറയുന്ന സങ്കല്പമാണല്ലോ ഉള്ളത്. സംസ്ഥാനത്തിന്റെയും രാഷ്ട്രത്തിന്റെയും അതിരുകൾക്ക് പുതിയ കാലത്ത് പ്രസക്തിയില്ല. സിറ്റിസൺ എന്ന് പറയുന്നത് പോലെ പുതിയ പദം തന്നെ കോയിൻ ചെയ്യപ്പെട്ടു, നെറ്റ്സൺ. ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ പൗരത്വം സ്വീകരിച്ച സാമ്രാജ്യം നിലവിൽ ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും ഒക്കെയാണ്. നാളെ ഒരുപക്ഷെ ലോകത്ത് സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഇല്ലാത്ത ആളുകൾ ഉണ്ടാവില്ല എന്നുള്ള സ്ഥിതി വരും. അങ്ങനെ ഒരു കാലം വരുമ്പോ ആഗോള പൗരസങ്കല്പമേ ബാക്കിയാവൂ, ദേശീയ പൗരസങ്കല്പത്തിൽ നിന്നും ഒരു പ്രസക്തി ഉണ്ടാവില്ല. അങ്ങനെ ഒരു കാലം വന്നാൽ, ഇന്ന് തന്നെ ഏറെക്കുറെ അങ്ങനെ ആയി എന്നിരിക്കുന്നു, അല്ലെങ്കിൽ ഇനി അങ്ങനെ ആയില്ലെന്നിരിക്കട്ടെ, രാഷ്ട്രങ്ങൾ തന്നെ ബാക്കിയായാലും ഏത് രാജ്യത്തിന്റെ ഭരണഘടന വെച്ചുകൊണ്ട് സമൂഹം മുന്നോട്ട് പോകും? പ്രായോഗിക പ്രശ്നമാണ്. ഇപ്പൊ യൂത്തനേഷ്യ, ഞാൻ എന്തെങ്കിലും ഒരു കേവല സങ്കല്പം ഊതിപ്പെരുപ്പിച്ച് പറയുകയല്ല. ദയാവധം എന്ന് പറയുന്നൊരു വിഷയം അന്താരാഷ്ട്ര മാനവിക സമൂഹത്തിന്റെ മുമ്പിൽ നിലവിലൊരു ചോദ്യചിഹ്നമാണ്. കൊമാറ്റോസിൽ എന്ന് പറഞ്ഞാൽ ക്ലിനിക്കലി ഡെഡായ, ബ്രെയിൻ ഡെത്ത് സംഭവിച്ച, ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ല എന്ന് മെഡിക്കൽ സയൻസ് വിധി എഴുതിയ കോമേ സ്റ്റേജ് നമ്മൾ പറയുന്ന കൊമാറ്റോ സ്റ്റേജിലെത്തിയിട്ടുള്ള രോഗി. ലോകത്ത് 10,000-കണക്കിന് ആളുകൾ അങ്ങനെയുണ്ട്. വെന്റിലേഷൻ ചെയ്യുന്നു, ഓക്സിജൻ പമ്പ് ചെയ്തുകൊണ്ട് സപ്പോർട്ടീവായിട്ട് ശ്വാസം കൊടുക്കുന്നു. ഓക്സിജൻ അല്ലെങ്കിൽ വെന്റിലേഷൻ അൺപ്ലഗ് ചെയ്താൽ ബിപി താഴും, ശ്വാസം മുട്ടും, മരിച്ചു പോകും. ഇങ്ങനെയുള്ള ആളുകൾ നമ്മുടെ തന്നെ പ്രധാനപ്പെട്ട ഈ 5 സ്റ്റാർ ഹോസ്പിറ്റലൊക്കെ കാണാം. വലിയ വലിയ മേജർ ആക്സിഡന്റിൽ പെട്ടിട്ട് ക്രിട്ടിക്കൽ ICUവിൽ കിടക്കുന്ന ധാരാളം രോഗികൾ. ഇത്തരം ആളുകൾക്ക് ദയാവധം കൊടുക്കാൻ പറ്റുമോ ഇല്ലയോ? ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ വ്യത്യസ്തമായ അഭിപ്രായമാണ്. 193 സംതിങ്ങോ രാജ്യങ്ങളല്ല UNOയുടെ കീഴിലുള്ളത്. ആ രാജ്യങ്ങളിൽ ഭൂരിപക്ഷം രാജ്യവും ദയാവധം വിശ്വസിക്കുന്നു, ദയാവധം കൊടുക്കണമെന്ന് പറയുന്നു. പക്ഷേ മുസ്ലിം ഇസ്ലാമിക രാജ്യങ്ങൾ മാത്രമല്ല, മറ്റൊരുപാട് രാജ്യങ്ങൾ ദയാവധം സമ്മതിക്കരുത് എന്ന് പറയുന്ന രാജ്യങ്ങളുണ്ട്. രാജ്യത്തിന്റെ ഉള്ളിൽ തന്നെ ചില കോടതികൾ ദയാവധം സമ്മതിക്കും, മേൽക്കോടതികൾ തള്ളും. അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിന്റെ കോടതി അംഗീകരിക്കും, വേറൊരു സ്റ്റേറ്റിൽ സമ്മതമാവുകയില്ല. 2 ആർഗ്യുമെന്റുകളാണ്. ഒരു ആർഗ്യുമെന്റ്, എന്തിനാണ് ഇവരെ ഇങ്ങനെ നരകിച്ച് ജീവിപ്പിക്കുന്നത്? അവർക്ക് മര്യാദക്ക് മരിക്കാനുള്ള ഒരു സാധ്യത, ഒരു സാഹചര്യം ഒരിക്കലല്ലേ അവരോടുള്ള കാരുണ്യം, മേഴ്സി കില്ലിംഗ് കൊടുക്കണം.
മറ്റൊരു ഭാഗത്തെ ന്യായം എന്താ? കൊമാറ്റോ സ്റ്റേജിൽ നിന്ന് ആയിരക്കണക്കിന് ആളുകൾ തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നു. വെറുതെ അല്ല, മരണത്തെയും ആത്മാവിനെയും സംബന്ധിച്ച് പഠിക്കുന്ന ഒരു വിജ്ഞാന ശാഖയുണ്ട്, ബ്രാഞ്ച് ഓഫ് സയൻസ്, തനാട്ടോളജി എന്ന് പറയും. തനാട്ടോളജി അതിൽ പാഠ്യവിഷയമാക്കുന്നത് നിയർ ഡെത്ത് എക്സ്പീരിയൻസിനെയാണ്. എന്താണ് ഈ നിയർ ഡെത്ത് എക്സ്പീരിയൻസ്? NDE ധാരാളം പുസ്തകങ്ങൾ ലോകത്ത്, മില്യൺ കണക്കിന് കോപ്പികൾ വിറ്റഴിഞ്ഞ പുസ്തകങ്ങൾ ലോകത്തുണ്ട്. മില്യൺ കണക്കിന് കോപ്പികൾ വിറ്റഴിഞ്ഞ പുസ്തകം. നമ്മൾ സക്കറാത്ത് എന്നൊക്കെ ഒരുപക്ഷെ പറയുന്നതിനെ കുറിച്ചാണ് നിയർ ഡെത്ത് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. അതിൽ അവർ ഇന്റർവ്യൂ ചെയ്യുന്നത്, ചോദ്യങ്ങൾ തയ്യാറാക്കിയിട്ട് മറുപടികൾ ക്രോഡീകരിക്കുന്നത് കോമ സ്റ്റേജിൽ നിന്ന് തിരിച്ചു വന്ന രോഗികളോട് പോലുമാണ്. തനാട്ടോളജി ആ ഭാഗം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. മില്യൺ കണക്കിന്. അത്ഭുതം തോന്നും. ഇപ്പൊ എൻ്റെ ഈ ഫോണിൽ തന്നെ ഞാനിപ്പോ ചിലയിടത്ത് അത് കാണിക്കാറുണ്ട്. ചിലർക്ക് ഈ കാര്യങ്ങളൊന്നും വിശ്വാസം വരില്ല. ഇതൊരു പുസ്തകമാണ്. ഈ പുസ്തകത്തിന്റെ പേര് ലൈഫ് ആഫ്റ്റർ ലൈഫ് എന്നാണ്. ഇതിന്റെ ചട്ടയമേൽ കവറുമേൽ എഴുതിയ സെന്റൻസ് എന്താണെന്നറിയോ? ഓവർ 13 മില്യൺ കോപ്പീസ് സോൾഡ്. 13 മില്യൺ പുസ്തകങ്ങൾ വിറ്റഴിക്കപ്പെട്ടു. ലൈഫ് ആഫ്റ്റർ ലൈഫ് എന്ന് പറഞ്ഞാൽ എന്താ? മരണാനന്തര ജീവിതം. റയമണ്ട് എ മൂഡി എഴുതിയ പുസ്തകം. വേറൊരു പുസ്തകം എവിഡൻസ് ഓഫ് ദി ആഫ്റ്റർ ലൈഫ്, പാരത്രിക ലോകത്തിന്റെ അല്ലെങ്കിൽ പരലോക ജീവിതത്തിന്റെ തെളിവുകൾ. മില്യൺ കണക്കിന് കോപ്പികൾ വിറ്റഴിഞ്ഞ പുസ്തകം. മൈ ഡീസന്റ് ഇൻ ടു ദ ഡെത്ത്, മരണത്തിലേക്കുള്ള എൻ്റെ അവരോഹണം. ഇതൊക്കെ മില്യൺ കണക്കിന് കോപ്പികൾ വിറ്റഴിഞ്ഞ തനാട്രോളജി പുസ്തകങ്ങളാണ്. ആ പുസ്തകത്തിൽ ഇവർ തയ്യാറാക്കിയ പല കാര്യങ്ങളും മരണത്തിന്റെ പ്രാഥമികമായ കാര്യങ്ങൾ അനുഭവിച്ചിട്ട് കോമേ സ്റ്റേജിൽ നിന്ന് തിരിച്ചു വന്ന ആളുകളുമായിട്ടുള്ള ഇന്റർവ്യൂസാണ്. അപ്പൊ ലോകത്ത് ഈ തനാട്രോളജി ഡെവലപ്ഡായപ്പോ നല്ലൊരു ശതമാനം ആളുകൾ ശാസ്ത്രത്തിന്റെ ലോകത്ത് നിന്ന് തന്നെ പറയാൻ തുടങ്ങി, യൂത്തനേഷ്യ സമ്മതിക്കാൻ പാടില്ല. കാരണം ക്ലിനിക്കലി ഡെഡ് എന്ന് മെഡിക്കൽ സയൻസ് വിധി എഴുതിയ പല രോഗികളും തിരിച്ചു വരുന്നുണ്ട്. ലോകത്തേത് ഭരണഘടന കൊണ്ടാണ് തീരുമാനമാവുക? ഡെത്ത് പെനാൾട്ടി, വധശിക്ഷ. അമേരിക്കയിൽ പോലും നിലവിൽ വധശിക്ഷയുണ്ട്. ഇന്ത്യയിൽ വധശിക്ഷയുണ്ട്. ഇവിടെ ഈ അടുത്ത കാലത്ത് പോലും മുസ്ലിമോ അല്ലെങ്കിൽ മതങ്ങളുടെ ഭാഗമോ ആയി സംസാരിക്കാത്ത ഒരുപാട് പ്രൊഫൈലുകൾ ഇവിടെ പ്രമാദമായി നടന്ന പല ബലാത്സംഗങ്ങളുടെയും പ്രതികളെ കുറിച്ച് പറഞ്ഞു. ഒറ്റ വിചാരണയ്ക്ക് ശേഷം തൂക്കിക്കൊല്ലുകയാണെങ്കിൽ ഇതേപോലെയുള്ള പ്രശ്നങ്ങൾ സംഭവിക്കുകയില്ല. ഇവിടെ എത്ര ആളുകൾ ചാനലുകൾ വെച്ച് പറയുന്നു, മുസ്ലിങ്ങളല്ലാത്ത ആളുകൾ തന്നെ വധശിക്ഷയാണ് വേണ്ടത്. കാര്യം പറഞ്ഞാൽ സൗദിയിലെ പീനൽ കോഡാണ് വേണ്ടത് എന്ന് പോലും പറയുന്ന സെക്കുലറിസ്റ്റുകൾ ഈ നാട്ടിൽ ഒരുപാടുണ്ട്. വധശിക്ഷ നല്ലതാണ്, മാതൃകയാണ്. കൂടുതൽ പേരെ വധിക്കേണ്ടി വരാതിരിക്കാൻ ചിലരെ വധിച്ചാൽ മതിയല്ലോ. മാതൃകയായിട്ട് വധശിക്ഷ നല്ലതാണ് എന്ന് പറയുന്ന കാഴ്ചപ്പാടാണ് ലോകത്തെ ഏറ്റവും എലൈറ്റായ കാഴ്ചപ്പാട് 2025-ലും. എന്നാൽ വേറെ കുറെ പുരോഗമനവാദം എന്ന് പറഞ്ഞുകൊണ്ട് സ്വയം വിശേഷിപ്പിക്കുന്ന സമൂഹം അതിനെ എതിർക്കുന്നു. ഇപ്പൊ കൗൺസിലിംഗ് ഉണ്ട്. മനഃശാസ്ത്രപരമായി കുറ്റവാളികളെ അവരുടെ കുറ്റങ്ങളിൽ നിന്ന് ദൂരീകരിച്ചുകൊണ്ട് ശുദ്ധീകരിക്കുവാനുള്ള ടെക്നിക്കുകളുണ്ട്, ഹീലിങ്ങുകളുണ്ട്. അതുകൊണ്ട് കൊല്ലുക എന്ന് പറയുന്നത് പ്രാകൃതമായ ഒരു ശിക്ഷയാണ്. അതുകൊണ്ട് ഡെത്ത് പെനാൾട്ടി ഒരിക്കലും ഭരണഘടനാനുസൃതമായിട്ട് നിയമത്തിന്റെ പ്രാബല്യത്തിൽ ഇനി ഉണ്ടാവാൻ പാടില്ല എന്ന് പറയുന്ന സമൂഹങ്ങളുണ്ട്, രാജ്യങ്ങളുണ്ട്. ഏതാണ് സ്വീകരിക്കുക? യൂറോപ്യ രാജ്യങ്ങൾക്കിടയിൽ വ്യത്യസ്തമായ അഭിപ്രായം, അമേരിക്കക്ക് പോലും വ്യത്യസ്തമായ അഭിപ്രായം. മുസ്ലിം ഇസ്ലാമിക് രാജ്യങ്ങൾക്ക് മാത്രമല്ല. ഞാൻ ഓരോ വിഷയം ഉദാഹരിക്കുകയല്ല. ഭരണഘടന കൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളത് അത് സാധിക്കുന്ന സംഗതിയേ അല്ല. ഇപ്പൊ ചില ദക്ഷിണേഷ്യ രാജ്യങ്ങളിൽ നിലവിൽ നടക്കുന്ന ഒരു വലിയ നിയമപരമായ ചർച്ച എന്താ അറിയോ? ബെസ്റ്റിലിറ്റി സമ്മതിക്കാൻ പറ്റുമോ ഇല്ലേ? ഇത് കേവലം ഒരു സംവാദാത്മകമായ വിഷയമല്ല, ഗവൺമെന്റിന്റെ കോടതിയിലുള്ള തർക്കമാണ്. രാജ്യം ഒരു ദക്ഷിണേഷ്യ രാജ്യമാണ്, തായ്വാനോ തായ്ലാൻഡോ ആ ഭാഗത്തുള്ള രാജ്യമാണ്. കറക്റ്റ്, ഞാൻ ഓർക്കുന്നില്ല, ജസ്റ്റ് ചെക്ക് ചെയ്താൽ മനസ്സിലാവുക കാര്യം. എന്താ ഈ ബെസ്റ്റിലിറ്റി? മൃഗരതി സമ്മതിക്കാൻ പറ്റുമോ ഇല്ലേ? കോടതിയിൽ കേസ്.
അപ്പോൾ വളർത്തുമൃഗങ്ങളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ നിയമപരമായി സമ്മതം തരണമെന്ന് വാദിക്കുന്ന ആളുകൾക്ക് ന്യായമുണ്ട്. എന്താ ന്യായം? ഞാനും എൻ്റെ വീട്ടിലുള്ള വളർത്തുപട്ടിയും തമ്മിൽ സെക്ഷൽ ഇന്റർകോഴ്സിൽ ഏർപ്പെട്ടപ്പോൾ എനിക്കുണ്ടായ ആനന്ദം പോലെയുള്ള ആനന്ദം പട്ടിക്കുമുണ്ടായി, പട്ടി എന്നെയും ഹഗ് ചെയ്തിട്ടുണ്ട് എന്ന് പോലും കോടതിയിൽ ആർഗ്യുമെന്റ് വന്നിട്ടുണ്ട്. ഞാൻ പട്ടിയെ കെട്ടിപ്പിടിച്ച പോലെ പട്ടി എന്നെയും ആലിംഗനം ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ എനിക്കും അത് സമ്മതമാണ്, പട്ടിക്കും കൺസെന്റ് ഉണ്ടെന്നല്ലേ മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് മൃഗരതി സമ്മതിക്കണമെന്ന് പറയുന്ന ആർഗ്യുമെന്റ് ലോകത്തുണ്ട്. എന്നാൽ ലോകത്തുള്ള പല പരിഷ്കൃത രാജ്യങ്ങളും പറയുന്നു മൃഗങ്ങൾക്ക് സമ്മതമുണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് സംസാരിക്കുന്നില്ലല്ലോ. മാത്രവുമല്ല, അത് മനുഷ്യരാശിയുടെ അന്തസ്സിന് ചേർന്നതല്ല. അതിനിപ്പം മൃഗങ്ങൾക്ക് സമ്മതമാണെങ്കിൽ തന്നെയും അതിനും സന്തോഷകരമാണെങ്കിലും അത് മനുഷ്യരാശിയുടെ അന്തസ്സിനും പവിത്രതക്കും ചേരാത്തതിനാൽ പാടില്ല എന്ന് നിരീക്ഷിക്കുന്നു ലോകത്തുള്ള ഒരുപാട് മതേതര രാജ്യങ്ങൾ. ഏതിനെയാണ് സ്വീകരിക്കുക? ഏതിനാണ് പ്രാമുഖ്യം കൊടുക്കുക? പറയുന്നത് കേൾക്കുമ്പോൾ മനോഹരമായൊരു വാദമാണത്. ഭരണഘടനയില്ലേ, ശാസ്ത്രമില്ലേ, പിന്നെ എന്തിനാണ് മതം എന്ന് ന്യൂട്രലായിട്ട് ആലോചിച്ച് നോക്കൂ. നമ്മളെ മതത്തിന്റെ ഭാഗം കൂടിയിട്ട് തീവ്രവാദം നടത്തണ്ട, അല്ലെങ്കിൽ ആ ഭാഗം മാത്രം മുന്തിച്ചുകൊണ്ട് പക്ഷപാതിത്വപരമായി സംസാരിക്കണ്ട. നമ്മൾ തന്നെ നടുവിൽ നിന്നുകൊണ്ട് ആലോചിച്ച് നോക്കൂ. ഈ സമൂഹത്തോട് നമുക്ക് ചോദിക്കാൻ പറ്റില്ലേ? ഇത്തരം വിഷയങ്ങൾ, ഈ വിഷയം മാത്രമല്ല, ഇപ്പൊ ഏറ്റവും കൂടുതൽ സമൂഹത്തെ ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണല്ലോ ഈ ജെൻഡർ പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ട ജെൻഡർ കൺഫർമേഷൻ. ഒരു കുട്ടി ജനിക്കുന്നതോടുകൂടെ ആ കുട്ടി ആണുമാകുന്നില്ല, പെണ്ണുമാകുന്നില്ല. ജനിക്കുന്നതോടുകൂടെ തീരുമാനമാക്കുന്നത് സെക്സ് മാത്രമാണ്. ഇതല്ലേ പുതിയ ആർഗ്യുമെന്റ്? യൂറിനറി ഓർഗാൻ അല്ലെങ്കിൽ അനാട്ടമിക്കൽ യൂറിനറി ഓർഗാൻ നോക്കിയിട്ട്, ലിംഗമാണോ യോനിയാണോ എന്ന് നോക്കിയിട്ട് ബൈ ബർത്ത് ആണാണോ പെണ്ണാണോ എന്ന് തീരുമാനിക്കാൻ പറ്റില്ല. അത് സെക്സ് മാത്രമാണ്, മൂത്രമൊഴിക്കുന്ന അവയവം കൊണ്ട് തീരുമാനമാവുന്നുള്ളൂ. ആണാണോ പെണ്ണാണോ അല്ലെങ്കിൽ പുരുഷനാണോ സ്ത്രീയാണോ, ഈ ലിംഗാവബോധം തീരുമാനമാവുന്നത്, ജെൻഡർ തീരുമാനമാവുന്നത് അത് ഏകദേശം പ്രായപൂർത്തിക്ക് ശേഷം, വിവേകമുണ്ടായതിനു ശേഷമാണ്. അതിന്റെ ഏജ് നിശ്ചയിച്ചു, ജെൻഡർ കൺഫർമേഷൻ ഏജ്. ലോകത്തുള്ള എല്ലാ സമൂഹവും അംഗീകരിക്കുന്നു. പക്ഷേ എന്താ അവിടെയുള്ള പ്രശ്നം? ഈ ജെൻഡർ കൺഫർമേഷൻ ഏജ് എന്ന് പറഞ്ഞാൽ പുരുഷനാണോ സ്ത്രീയാണോ എന്ന് ഒരു വ്യക്തിക്ക് തീരുമാനിക്കാൻ പറ്റുന്ന പ്രായം. നമ്മൾ വിചാരിക്കും ഇത് ഏതോ നാട്ടിലുള്ള വിഷയമാണെന്ന്. നമ്മുടെ ഇടയിൽ ഈ വിഷയമുണ്ട്, നമ്മുടെ സ്ഥാപനങ്ങളിൽ ഈ വിഷയമുണ്ട്, നമ്മുടെ വീടുകളിൽ പോലും ഒരുപക്ഷെ നിശബ്ദമായി ഈ വിഷയമുണ്ട്, നിഴലായി നമ്മുടെ കൂടെയുണ്ട് ഈ കാര്യം. ഒരാൾ സ്വയം തന്നെ താൻ ആണാണെന്നോ പെണ്ണാണെന്നോ തീരുമാനിച്ചോട്ടെ, വിഷയമല്ല. വ്യക്തിക്കെന്തിനും സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ജന്മനാ ബൈ ബർത്ത് പുരുഷനാണെന്നും സ്ത്രീയാണെന്നും തീരുമാനമാകുന്നില്ല. മറിച്ച് ഇന്ത്യയിൽ 18 വയസ്സാകുമ്പോഴാണ് തീരുമാനമെടുക്കാനുള്ള സ്വാതന്ത്ര്യം. ജെൻഡർ കൺഫർമേഷൻ ഏജ് എന്ന് പറയുന്നത് 18 വയസ്സാണ്. ഈ ഒരു സിദ്ധാന്തം ഒന്നുകൂടി ഒരു സാമൂഹികമായി മാറിയാൽ നമ്മുടെ ക്ലാസ് മുറികളിലൊന്നും ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ടാവുകയില്ല. ക്ലാസ് മുറികളിൽ കുട്ടികളെ ഉണ്ടാവുകയുള്ളൂ. ആൺകുട്ടിക്ക് വേറെ ഹാജർ പട്ടികയിൽ കോളം, പെൺകുട്ടിക്ക് വേറെ കോളം. അതൊക്കെ പഴയ രീതിയാകും. ഇനി സ്റ്റുഡൻസിന്, പീപ്പിൾസിന് ഒറ്റ ഒരു കോളമേ ഉണ്ടാവുകയുള്ളൂ. സർവനാമങ്ങൾ പോലും ഉപയോഗിക്കുന്നിടത്ത് ചർച്ചകൾ വന്നുകൊണ്ടിരിക്കുന്നു. ഹി എന്നും ഷീ എന്നും കുട്ടികളെ വിളിക്കാൻ പാടില്ല. കാരണം ഹി എന്ന് വിളിക്കുന്ന കുട്ടിയുടെ ഉള്ളിൽ ഒരുപക്ഷെ ഉണ്ടാവുക ഷീനസ് ആണല്ലോ. കാണുമ്പോൾ പുരുഷനായിരിക്കും, ആൺകുട്ടിയായിരിക്കും, പക്ഷെ മനസ്സിൽ ഒരുപക്ഷെ സ്ത്രൈണത ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് അവൻ എന്ന് വിളിക്കണ്ട, അവൾ എന്ന് വിളിക്കണ്ട. കാരണം അവൾ എന്ന് വിളിക്കപ്പെടുന്ന ഉടലിന്റെ ഉള്ളിൽ ചിലപ്പോൾ ഒരു അവനത്വമാണ് ഉണ്ടാവുക, മനസ്സാ. അതുകൊണ്ട് ഹീയും വിളിക്കണ്ട, ഷീയും വിളിക്കണ്ട. പിന്നെ നമ്മൾ ചട്ടമ്പി സ്വാമികൾ എന്ന് പറഞ്ഞത് പോലെ ദേ എന്ന് വിളിക്കാം. ഇതാണ് പുതിയ ന്യായം. ചട്ടമ്പി സ്വാമികൾ ഒരാളല്ലേ ഉള്ളൂ, പക്ഷേ റെസ്പെക്റ്റീവ് പ്ലൂരലായി ബഹുമാനിച്ചിട്ട് ബഹുവചനം പറയുന്നത് പോലെ, ചട്ടമ്പി സ്വാമികൾ എന്നാക്കുന്നത് പോലെ അവൻ എന്നും പറയണ്ട, അവൾ എന്നും പറയണ്ട, അവർ എന്ന് പറയാം. ഞങ്ങളുടെ മലബാർ ഭാഗത്തൊരു പ്രയോഗമുണ്ട്, ഓർ എന്നാണ് പറയുക. വലിയ വലിയ ഉസ്താദുമാരെ പറ്റി ഓർ എന്നൊരു പ്രയോഗമുണ്ട്. തമിഴ് ഭാഷയായ, തമിഴ് ടേമായ യാർ, അതാണ് യോറായി മാറിയത്. മുസ്ലിയാർ എന്നൊക്കെ പറയുന്നത് അതാണല്ലോ. എന്ന് പറഞ്ഞതുപോലെ ദേ ഉപയോഗിക്കാം. ഈ ആർഗ്യുമെന്റ് വന്നാൽ നോക്കൂ, ഇന്ത്യയിൽ 18 വയസ്സ്, ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്ന കോമൺവെൽത്ത് രാജ്യങ്ങളെല്ലാം 18 വയസ്സ്.
പക്ഷേ യൂറോപ്പിൽ പോയാലോ 16 വയസ്സ്, അമേരിക്കയിലോ 17 വയസ്സ്, GCCയിലോ 20 വയസ്സ്, അതിൽ തന്നെ ബഹ്റൈനിലോ 21 വയസ്സ്, ചൈനയിലും ഫിലിപ്പീൻസിലും ജപ്പാനിലും തായ്ലാൻഡിലും തായ്വാനിലും ദക്ഷിണ കൊറിയയിലും ഉത്തര കൊറിയയിലും ഈ ഭാഗത്തോ 12ഉം 13ഉം വയസ്സ്. ലോകത്തിന്റെ എല്ലാ ഭാഗത്തും സഞ്ചരിക്കുന്ന ഇലോൺ മസ്കിന്റെ അല്ലെങ്കിൽ ആ ഒരു നിലവാരത്തിലുള്ള മില്യണേഴ്സിന് ഏതാണ് ജെൻഡർ കൺഫർമേഷൻ ഏജ്? ഭരണഘടന അനുസരിച്ചുകൊണ്ട് മനുഷ്യർക്ക് ജീവിക്കാൻ കഴിയില്ല കൂട്ടരെ. ആർക്കാണ് അതിൽ സംശയമുള്ളത്? ഇവിടെ അതിൽ സംശയമുള്ളത് ബുദ്ധിയുള്ളവർ എന്ന് സ്വയം വിചാരിക്കുന്ന യുക്തിവാദികൾക്ക് മാത്രമാണ്. എങ്ങനെ സാധിക്കും? ഒരുപാട് ആളുകൾക്ക് ഒരുപാട് രാജ്യങ്ങളിൽ പൗരത്വം കൊടുക്കുന്നില്ലേ? വലിയ വലിയ ആളുകൾക്ക്. ഇതിൽ ഏതാണ് സ്വീകരിക്കുക? ഞാൻ ആ ഭാഗത്തേക്ക് കൂടുതൽ ഇറങ്ങിപ്പോവുകയല്ല. അതായത് മൻ അമില സ്വാലിഹ എന്നുള്ളതിനെ വെളുപ്പിച്ചെടുത്തിട്ട് പുട്ടിയടിച്ചിട്ട് ഭരണഘടന അനുസരിച്ച് കൊണ്ട് ജീവിക്കുക എന്നൊരു വ്യാഖ്യാനം കൊടുത്താൽ തന്നെ ഒരു ചോദ്യം, വളരെ റെലവൻ്റായ ചോദ്യം അവിടെ കിടക്കുന്നു. ഏത് രാജ്യത്തിന്റെ ഭരണഘടന? അതേ ആളുകൾ വേറെ ആർഗ്യുമെന്റ്, ഞാൻ ഒന്നിൽ തന്നെ വട്ടം ചുറ്റിക്കറങ്ങി നേരം കളയുന്നില്ല. അവിടെ തന്നെ പറഞ്ഞ വേറെ കാര്യമാണ്. നമുക്ക് ബൈബിളിന്റെ പുതിയ നിയമത്തെ ഇഞ്ചിയിലാക്കാൻ എന്തെങ്കിലും നിർവാഹമുണ്ടോ? ഞാൻ അധികം പറയുന്നില്ലേ. ബൈബിളിന്റെ പുതിയ നിയമത്തെ എനിക്ക് തോന്നുന്നു ഒരുപാട് ചെറുപ്പക്കാരികൾ ഇത് ആഗ്രഹിക്കുന്നുണ്ട്. നമുക്ക് ബൈബിളിനോട് വിരോധമില്ല, ക്രൈസ്തവ സഹോദരങ്ങളോട് വിരോധമില്ല. പക്ഷേ ഏതെങ്കിലും ഇവിടെയുള്ള ഒരു ക്രൈസ്തവ പുരോഹിതനോട്, ബഹുമാനപ്പെട്ട ക്രൈസ്തവ പുരോഹിതനോട് ഞങ്ങൾ നിങ്ങളുടെ ബൈബിൾ അംഗീകരിക്കാം ഇഞ്ചിയിലായിട്ട്, ഞങ്ങളുടെ ഖുർആനിനെ നിങ്ങൾ വേദഗ്രന്ഥമായി അംഗീകരിക്കുമോ എന്ന് ഔദ്യോഗികമായി ചോദിച്ചാൽ കേരളത്തിൽ എന്താകും പുകില്? എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാകും? ബൈബിൾ വേറെയാണ്, ഇഞ്ചിയിൽ വേറെയാണ്, രണ്ടും രണ്ട് തന്നെയാണ്. ബൈബിളിനെ കുറിച്ച് പറയുന്നത് തന്നെ, ഇനി ആർക്കെങ്കിലും ഏതെങ്കിലും സഹോദരനോ ഏതെങ്കിലും ഒരു പണ്ഡിത വിദ്യാർത്ഥിക്കോ സംശയമുണ്ടെങ്കിൽ ഈ വിഷയത്തിന്റെ ഒരു സമ്പൂർത്തീകരണം എന്നുള്ള നിലയിൽ തുടങ്ങിയത് പൂർത്തിയാക്കുവാൻ വേണ്ടി പറയട്ടെ. ബൈബിൾ പുതിയ നിയമമോ പഴയ നിയമമോ ഇഞ്ചിയിലുമല്ല തൗറാത്തുമല്ല. ബൈബിളാകെ 76 പുസ്തകങ്ങളല്ലേ ഉള്ളത്. 46 പഴയ നിയമങ്ങളും 27 പുതിയ നിയമങ്ങളും. ഈ 27 പുതിയ നിയമങ്ങളെ കുറിച്ചാണ് വലിയ ചർച്ച ഇവിടെ നടക്കുന്നത്. ഏതോ ഒരു മൗലവിയാണ് ആദ്യം അത് പറഞ്ഞത്. CH മുസ്തഫ, അദ്ദേഹമാണ് ആദ്യമായിട്ട് അത് നമ്മുടെ ഇടയിലേക്ക്, പൊതുജനങ്ങൾക്കിടയിലേക്ക് ചർച്ച കൊണ്ടുവന്നത്. അദ്ദേഹത്തിന് എന്തിന് പ്രേരണയാണെന്ന് എനിക്കറിയില്ല. അദ്ദേഹവുമായി നമുക്ക് വ്യക്തിബന്ധവുമില്ല, അദ്ദേഹത്തോട് പ്രത്യേകിച്ചൊരു സ്നേഹവുമില്ല, പ്രത്യേകിച്ച് സ്നേഹമില്ലായ്മയുമില്ല. പക്ഷേ വിഷയം മനസ്സിലാക്കുമ്പോൾ അതൊരു തെറ്റായ, ഫാൾസായ ആർഗ്യുമെൻ്റാണ്. എന്തുകൊണ്ട്? ക്രൈസ്തവ സഹോദരങ്ങൾക്ക് പോലും വാദമില്ല ബൈബിളിൻ്റെ പുതിയ നിയമം ജീസസ് ക്രിസ്തുവിന് അവതീർണമായ ഗ്രന്ഥമാണെന്ന്. ക്രൈസ്തവ സഹോദരങ്ങൾക്ക് വാദമുണ്ടെങ്കിലല്ലേ നമ്മളത് അംഗീകരിക്കേണ്ട കാര്യമുള്ളൂ, ചർച്ച ചെയ്യേണ്ട കാര്യമുള്ളൂ. മത്തായി സുവിശേഷം, ലൂക്കോസ് സുവിശേഷം, മാർക്കോസ് സുവിശേഷം, യോഹന്നാൻ സുവിശേഷം, ഈ 4 സുവിശേഷങ്ങളാണല്ലോ പഴയ നിയമത്തിലെ അവർ പറയുന്ന പ്രധാനപ്പെട്ട പുതിയ നിയമത്തിലെ 4 പുസ്തകങ്ങൾ, 4 സുവിശേഷങ്ങൾ. ഈ 4 സുവിശേഷങ്ങളും ഔദ്യോഗിക ബൈബിളാണെന്ന് ക്രൈസ്തവ ലോകം അംഗീകരിക്കുന്നത് ക്രിസ്തബ്ദം 380-ന്റെയും 395-ന്റെയും ഇടയിൽ നടന്ന കൗൺസിൽ ഓഫ് റോമിലും കൗൺസിൽ ഓഫ് ലിപ്പിയിലും വെച്ചുകൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു ജീവിച്ച് മരണപ്പെട്ട്, അല്ലെങ്കിൽ അവരുടെ വിശ്വാസപ്രകാരം കുരിശിൽ ക്രൂശിക്കപ്പെട്ട് അതിനുശേഷം 380-ന്റെയും 395-ന്റെയും കൊല്ലങ്ങൾക്ക് ശേഷമാണ് ക്രൈസ്തവ ലോകം പറയുന്നത് ഈ ബൈബിൾ വേദഗ്രന്ഥമാണെന്ന്. കാരണം ഈ പറയുന്ന മാർക്കോസും ലൂക്കോസും പൗലോസും യോഹന്നാനും ജീവിക്കുന്നത് ക്രിസ്തബ്ദം 30, 35, 40, 45 കാലഘട്ടത്തിലാണ് അവരിത് എഴുതുന്നത്, യേശുവിൻ്റെ കാലത്തല്ല. പിന്നെ എന്തുകൊണ്ടാണ് അവർ വേദഗ്രന്ഥമായി അംഗീകരിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ക്രൈസ്തവ വിശ്വാസ പ്രകാരം ഈ പറയുന്ന സുവിശേഷകർക്ക് ദിവ്യബോധനമുണ്ടായിട്ടുണ്ട്. അതാണ് ക്രൈസ്തവ വിശ്വാസം. യേശുവിന് അവതീർണമായതാണ് പുതിയ നിയമമെന്ന് ലോകത്തെ ക്രൈസ്തവർക്ക് വാദമുണ്ടെങ്കിലല്ലേ ഇസ്ലാമും അതും ഒരു സംവാദത്തിന് സാധ്യതയുണ്ടോ എന്ന് അന്വേഷിക്കേണ്ടതുള്ളൂ. അവര് പോലും പറയുന്നത് ജീസസ് ക്രിസ്ത്യനല്ല ഈ റെവലേഷൻ ഉണ്ടായത്, മറിച്ച് ജീസസ് ക്രിസ്ത്യന്റെ അപ്പോസിൽസ് ആയിട്ടുള്ള
ഈ സുവിശേഷകർക്കാണ് റെവലേഷൻ ഉണ്ടായിട്ടുള്ളത്, ദിവ്യബോധനം ഉണ്ടായിട്ടുള്ളത്. എന്നിട്ട് യേശുവിൻ്റെ അരുളപ്പാട്, റോമിൻ്റെ ചരിത്രം, കൊരിന്ത്യറിൻ്റെ ചരിത്രം, അന്നത്തെ മിഡിൽ ഈസ്റ്റിൻ്റെ ചരിത്രം, അതിൻ്റെ പഴയ നിയമത്തിൽ നിന്ന് മനസ്സിലാക്കിയെടുത്ത കാര്യങ്ങൾ ഇതെല്ലാം കൂട്ടിവെച്ചുകൊണ്ട് 4 പുസ്തകമാക്കി. ഈ 4 പുസ്തകങ്ങൾ എങ്ങനെ ബൈബിളാകും? ഈ 4 പുസ്തകങ്ങൾ, ഈ ബൈബിൾ എങ്ങനെ ഖുർആനാകും? ഈ ബൈബിൾ വിശ്വസിക്കുന്ന ആളുകളെ വിവാഹം ചെയ്യാൻ പോലും പറ്റുമെന്നുള്ള ഫത്വകൾ കേരളത്തിൽ വരുന്നുണ്ട്. ഈ ചർച്ചയ്ക്ക് പ്രസക്തിയുണ്ട്, ഞാൻ വെറുതെ പറയല്ല. വിവാഹം ചെയ്യാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളത് ആ ചർച്ചയിലേക്ക് ഞാൻ പോകുന്നുമില്ല. അതേസമയം ആ വിവാഹം ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന ചർച്ച, ആ ചർച്ചയുടെ പ്രതലം ഒരുങ്ങുന്ന ഒരു ബേസ് ഇതാണ്. ഈ പറയുന്ന വേദഗ്രന്ഥങ്ങൾ, സുവിശേഷങ്ങൾ ഇഞ്ചിയിലാകുമെങ്കിൽ അവർ അഹ്ലു കിതാബിൽ പെടുമല്ലോ എന്ന് പെടില്ല. ഇഞ്ചിയിലൊന്ന് വേറെയാണ്, പുതിയ നിയമം ഒന്ന് വേറെയാണ്. ഞാനിത് വെറുതെ പറയുന്നതല്ല. പുതിയ നിയമം ഔദ്യോഗിക ബൈബിളാണെന്ന് ക്രൈസ്തവ മൈത്രാന്മാരുടെ സമ്മേളനത്തിൽ തീരുമാനമാവുന്നത് യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടതിന് 380 കൊല്ലത്തിന് ശേഷമാണ്. ചരിത്രം അങ്ങനെയല്ലേ പറയുന്നത്? പിന്നെ ഏതാണ് ബാക്കി 23 പുതിയ നിയമങ്ങൾ? പൗലോസിനെ പോലെയുള്ള ആളുകൾ എഴുതിയ, ലോകത്തിൻ്റെ പല ഭാഗത്തേക്കും ക്രിസ്ത്യൻ പ്രചരണത്തിന് വേണ്ടി അയച്ചു കൊടുത്തിട്ടുള്ള ലഘുലേഖകളും പുസ്തകങ്ങളും കത്തുകളുമൊക്കെയാണ് ബാക്കിയുള്ള 23 പുതിയ നിയമങ്ങൾ. CH മുസ്തഫയുടെ ഒരു അഖില ലോക പൊട്ടത്തരമുണ്ട്. വിഡ്ഢിത്തത്തെ വേറെ പേരിട്ട് വിളിക്കാൻ നിർവാഹമില്ലല്ലോ. എന്താണ് അദ്ദേഹം പറയുന്നത് അറിയോ? ഈ 4 പുസ്തകങ്ങൾ മാർക്കോസിൻ്റെയും ലൂക്കോസിൻ്റെയും പൗലോസിൻ്റെയും യോഹന്നാനിൻ്റെയും, അദ്ദേഹം ഒരു സർവമത സത്യവാദത്തിൻ്റെ സെമി സ്റ്റെപ്പിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഈ 4 വേദഗ്രന്ഥങ്ങളും ഇഞ്ചിയിലാണ്. അതേസമയം പൗലോസിന്റെ കുറിപ്പുകൾ അടങ്ങുന്ന അതിനുശേഷമുള്ള 23 പുസ്തകങ്ങൾ ഇഞ്ചിയിലല്ല. അദ്ദേഹം പറയുന്നത് ശരിയല്ല എന്ന് മനസ്സിലാക്കാൻ ഈ ഒരൊറ്റ ആർഗ്യുമെന്റ് മതി. ഞാനൊരു CH മുസ്തഫയെ ടാർഗറ്റ് ചെയ്യുന്നേ ഇല്ല. അദ്ദേഹം ആരോ നമുക്കെന്തോ. പക്ഷേ അതാണ് ശരിയെന്ന് വിശ്വസിക്കുന്ന നല്ല സഹോദരങ്ങൾ ഒരുപാട് കെണിയിൽ പെട്ടുപോയിട്ടുണ്ട്. അവരുടെ ഹിദായത്ത് പ്രധാനപ്പെട്ടതാണ്. എന്തേ അതിലുള്ള തെറ്റെന്നറിയോ? ഈ പറയുന്ന പൗലോസ് ജീവിച്ചത് ഈ ലൂക്കോസിൻ്റെയും മാർക്കോസിൻ്റെയും കാലത്താണ് എന്ന് രക്ഷകന്മാരിൽ 2 പേരുടെ ഗുരുവായി ജീവിക്കുകയും ചെയ്ത മനുഷ്യനാണ്, ഉസ്താദായ മനുഷ്യനാണ് ഈ പറയുന്ന പൗലോസ്. അപ്പോൾ ഉസ്താദിൻ്റെ ഗുരുവിൻ്റെ ബൈബിൾ ഇഞ്ചിയിലാവില്ല, ശിഷ്യരുടെ ബൈബിൾ ഇഞ്ചിയിലാകും. ഇത് വെച്ചിട്ടൊക്കെ ഒരു ചർച്ച തന്നെ മുന്നോട്ട് കൊണ്ടുപോകണോ? ഒരു ചർച്ചയ്ക്ക് തന്നെ അവിടെ സ്പേസ് ഉണ്ടോ? വിക്കിപീഡിയ നോക്കിയിട്ടൊരു ഫാൾസ് ഡാറ്റ കണ്ടിട്ട് അത് വെച്ചിട്ടൊക്കെ ഒരു ഇസ്ലാമിനെയും ഒരു സർവമത സത്യവാദവും ഉണ്ടാക്കാൻ ഒരാൾ മെനക്കെട്ടാൽ അവിടെ ഒരു ചർച്ചയ്ക്ക് സ്പേസ് ഉണ്ടോ എന്നുള്ളതാണ് അവിടെയുള്ള ഒന്നാമത്തെ ആലോചന. മാത്രമല്ല, ഞാൻ ദീർഘിപ്പിക്കുകയല്ല, ഒറ്റക്കാര്യം ആലോചിച്ച് നോക്കൂ. ഈ 4 പുതിയ നിയമങ്ങളും പറയുന്നത് യേശുവിനെ ക്രൂശിച്ചു, കുരിശിൽ തറച്ചു കൊന്നു, 3-ാം നാൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ടു എന്നല്ലേ? ദുഃഖവെള്ളി, പെസഹ വ്യാഴം, ദുഃഖവെള്ളി, ഈസ്റ്റർ, 4 ബൈബിളും അതല്ലേ പറയുന്നത്. ഈ 4 ബൈബിൾ ഇഞ്ചിയിലാണെങ്കിൽ ഇഞ്ചിയിലിറക്കിയ, ഖുർആൻ ഇറക്കിയ ഒറ്റ റബ്ബ് ഇഞ്ചിയിൽ ആ ഒരു നിലപാട് സ്വീകരിക്കുകയും ഈസാ അലൈഹി ഇസ്ലാമിനെ കൊന്നു എന്ന് പറയുന്ന നിലപാട് സ്വീകരിക്കുകയും ഖുർആനിലെത്തുമ്പോൾ പിന്നെ എന്തേ മാറ്റി പറയുന്നത്? വലികൗലിഹി മിന്നാ ഖതൽനൽ മസീഹ ഈസാ ഇബ്നു മറിയം റസൂലല്ലാഹ് മാ ഖതലൂഹു വമാ ഖതലൂഹു വമാ സ്വലബൂഹു വലകിൻ ശുബ്ബിഹ ലഹും വഇന്നൽ ലദീന ഇഖ്തലഫൂ ഫീഹി ലഫീ ശക്കിൻ മിൻ മാ ലഹും ബിഹി മിൻ ഇൽമിൻ ഇല്ലാ ഇത്തിബാഅ അദ്ദന്നി വമാ ഖതലൂഹു യഖീനാ. ഖുർആനിൽ ഒരു ആയത്തിൻ്റെ ഉള്ളിൽ ഒരു വിഷയം 3 വട്ടം റിപ്പീറ്റ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു കാര്യമുണ്ടെങ്കിൽ അത് യേശുവിനെ ക്രൂശിച്ചതുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളുടെ നിജസ്ഥിതി ബോധ്യപ്പെടുത്താനാണ്. വേറൊരു ആയത്തിലും ആ ഒരു ഘടന കാണാൻ കഴിയില്ല. എന്താ പറയുന്നത്? അവര് പറയുന്നു മസീഹുല്ലാഹി ഈസാ അലൈഹി ഇസ്ലാമിനെ നമ്മൾ കൊന്നു. പക്ഷേ വിശുദ്ധ ഖുർആൻ പറയുന്നു കൊന്നിട്ടില്ല. മാ ഖതലൂഹു വമാ സ്വലബൂഹു. കൊന്നിട്ടില്ല എന്ന് മാത്രമല്ല, കുരിശിൽ തറക്കാൻ പോലും അവർക്ക് പറ്റിയിട്ടില്ല. കുരിശിൽ തറക്കുന്നതിന് മുമ്പ് തന്നെ ആകാശത്തേക്ക് ഉയർത്തപ്പെട്ടു എന്നർത്ഥം. വലാകിൻ ശുബ്ബിഹ ലഹും. അവർക്ക് അവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായതാണ്. ആ കൺഫ്യൂഷനെ കുറിച്ച് ഖുർആൻ പറയുകയാണ്. ആ കൺഫ്യൂഷൻ, ഈ വിഷയത്തിൽ സംശയം പറയുന്നവർ സന്ദേഹികൾ മാത്രമാണ്. മാലഹും ബിഹി മിൻ ഇൽമിൻ. അവർക്കൊരുറപ്പുമില്ല. ഇല്ലത്തിബാ അദ്ദന്നി,
കേട്ടുകേൾവിയെയും അനുമാനങ്ങളെയും പിൻപറ്റുക മാത്രമാണ് ചെയ്യുന്നത്. പക്ഷെ ഖുർആന്റെ ഒരു പ്രയോഗം നോക്കൂ. ഈ വിഷയത്തിൽ അവർക്ക് ഉറപ്പുമില്ല, പക്ഷെ എനിക്കുറപ്പുണ്ട്. ഖുർആൻ പറയുകയാണ്, വമാ ഖതലൂഹു, അവർ കൊന്നിട്ടില്ല കേട്ടോ, അവർക്കില്ലാത്ത ഉറപ്പ് എനിക്കുണ്ട് യഖീന. ഖുർആനിൽ വേറൊരു ശൈലി അങ്ങനെ കാണിച്ചു തരാൻ പറ്റുമോ? ഒറ്റായത്തിൽ 3 വട്ടം റിപ്പീറ്റ് ചെയ്യുന്നു. എന്തുകൊണ്ടായിരിക്കും അത്? കാരണം ലോകത്ത് ഭൂരിപക്ഷ സമൂഹം ഈ കാലഘട്ടത്തിൽ ക്രൈസ്തവ സമൂഹമാണ്. ആ ക്രൈസ്തവ സമൂഹത്തിന്റെ ആർഗ്യുമെന്റ്, ജീസസ് ക്രിസ്തുമായി ബന്ധപ്പെട്ട ആർഗ്യുമെന്റ് ഖുർആന്റെ വെളിച്ചത്തിൽ പരിശോധിക്കപ്പെടാൻ കൂടുതൽ ന്യായമുണ്ട്, സാധ്യതയുണ്ട്. അതുകൊണ്ടത് ഗൗരവമുള്ള വിഷയമാണ്. ഇത്രയും കോടിക്കണക്കിന് മില്യൺ കണക്കിന് ആളുകൾ അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് വിശുദ്ധ ഖുർആന് പ്രാധാന്യപൂർവം ഒരു വചനത്തിൽ 3 വട്ടം റിപ്പീറ്റ് ചെയ്യുകയാണ്, കൊന്നിട്ടില്ല കേട്ടോ, പുരുഷൽ തറക്കുക പോലും ചെയ്തിട്ടില്ല കേട്ടോ. ഇനി സംശയം നിങ്ങൾക്ക് ബാക്കിയുണ്ടെങ്കിൽ സംശയം നിങ്ങൾക്ക് ബാക്കി വേണ്ട. വമാ ഖതലൂഹു യഖീന. ഇതാണ് ഖുർആന്റെ സ്റ്റെപ്പ്. ഈ ഖുർആന്റെ ആയത്ത് ഉണ്ടായിരിക്കെയാണ് ഈ ഖുർആന്റെ വളരെ വിഖ്യാതമായ പ്രഖ്യാതമായിട്ടുള്ള ആ നിലപാട് ഖുർആനിൽ സ്പഷ്ടമായി കാണാൻ കഴിയുന്നവെന്നിരിക്കെ പിന്നെ എങ്ങനെയാണ് ഖുർആൻ പണ്ഡിതൻ എന്നൊക്കെ പറയുന്ന ഒരു മനുഷ്യനെ ഈ പറയുന്ന പുതിയ നിയമം ഇഞ്ചിയിലാണ് എന്ന് പറയാൻ കഴിയുക? ആ കല്യാണത്തിന്റെ കാര്യം ഇത് വെച്ച് പറയണ്ടെന്നേ ഒന്നാം സ്റ്റെപ്പിൽ നമുക്ക് പറയാനുള്ളൂ. ക്രൈസ്തവ കുട്ടികളും മുസ്ലിം കുട്ടികളും തമ്മിൽ കല്യാണം കഴിക്കുന്നു എന്നൊക്കെയുള്ള ചർച്ച പൊതുസമൂഹത്തിൽ കൊണ്ടുവരാൻ പോലും പാടില്ല. ആരാണ് ഇതൊക്കെ കൊണ്ടുവരുന്നത്? നമ്മളല്ല. അനാവശ്യമായൊരു പ്രോപ്പഗണ്ട ഇവിടെ നടക്കുമ്പോൾ ആ ഭാഗത്തേക്കൊന്നും വാതിൽ തന്നെ തുറക്കാൻ പാടില്ലായിരുന്നു. യൂറോപ്പിന്റെ പല രാജ്യങ്ങളിലും മൈനോറിറ്റി ഫിഖ് അയവുകളുണ്ട്. അത് അവിടെയുള്ള സാഹചര്യമാണ്. അവിടെ നിസ്കാരം 5 വക്ത് നിസ്കാരവും ഒറ്റ വക്തിൽ നടത്താം എന്ന് പറയുന്ന ഫത്വകളുണ്ട് യൂറോപ്പിൽ. കാരണം എന്താ? പല രാജ്യങ്ങളിലും 6 മാസം രാവ് 6 മാസം പകല് തൊട്ടിപ്പുറത്ത് ഈ നോർവീജിയ രാജ്യങ്ങളിലൊക്കെ പോയാൽ 2 മാസം പകല് 10 മാസം രാത്രി, 4 മാസം പകല് 8 മാസം രാത്രി, അല്ലെങ്കിൽ 3 മാസം രാത്രി, ബാക്കി ഈ പറയുന്ന പോലെ 9 മാസം പകൽ. ഈ ഘടനയാണുള്ളത് പല രാജ്യങ്ങളിലും. ഓഫീസ് ഇതേപോലെയുള്ള ഇളവുകളുള്ള ഓഫീസുകൾ ഉണ്ടാവുകയില്ല. അപ്പൊ അവിടെ ചില ഫത്വകളൊക്കെ വരുന്നുണ്ട്. അത് അവിടെ നടക്കേണ്ട ഫഖഹിയായ ചർച്ചയാണ്. ഫിഖ്ഹുൽ അഖലിയാത്തിന്റെ ഭാഗമായി അവിടെ നടക്കുന്നു. 5 നേരത്തെ നമസ്കാരങ്ങളും ഒന്നിച്ച് നിർവഹിക്കാൻ പറ്റുമോ? ഈ പറയുന്ന പോലെ ഓഫീസുകളിൽ മദ്യം വിളമ്പുന്നു, അല്ലെങ്കിൽ അതേപോലെ ലഹരിയുള്ള സാധനങ്ങൾ മാത്രമേ കിട്ടുന്നുള്ളൂ, കുടിക്കാൻ പറ്റുമോ? ആ ചർച്ചയെ എന്തിനാണ് പൊടിതട്ടി പുനരാനയിച്ച് കേരളത്തിലേക്ക് കൊണ്ടുവരേണ്ട കാര്യം എന്താണ്? സർവമത സത്യവാദത്തിന്റെ ചെലവിലാണ് അതിനൊക്കെ മൈലേജ് കിട്ടുന്നത്. ഞാൻ ആരെയും ആക്ഷേപിക്കുകയല്ല. ഇങ്ങനെയുള്ള ഒരു സംസ്കാരവും സംവിധാനവും വ്യാപകമായാലുള്ള പ്രശ്നം എന്താണ് എന്ന് ചോദിച്ചാൽ അടിസ്ഥാനപരമായി ഇസ്ലാമിന്റെ ഭംഗി ഇവിടെ നിലനിൽക്കില്ല എന്നുള്ളതാണ്. അവർക്കാണ് കൂടുതൽ ആയുധമാവുക. നമ്മളെ പരിഹസിക്കാനായി ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അവരതിനു വേണ്ടി മാത്രം ഒരു ഭാഗത്ത് ഇവരുടെ ന്യായം എന്താ അറിയോ? നിങ്ങളിങ്ങനെ കടുംപിടുത്തം പിടിച്ചാൽ യുക്തിവാദികൾക്കും സ്വാതന്ത്ര്യവർക്കും ഇസ്ലാമിനെ കുറിച്ച് നല്ല അഭിപ്രായം ഉണ്ടാവൂല. ഇനി കടുംപിടുത്തം പിടിച്ചില്ല എന്ന് കൂട്ടിക്കോ, എല്ലാം അവർ പറയുന്ന പോലെ വ്യാഖ്യാനിച്ചാൽ ഈ പറയുന്ന യുക്തിവാദികൾക്കും സ്വാതന്ത്ര്യവർക്കും ഇസ്ലാമിനെ കുറിച്ച് നല്ല അഭിപ്രായം ഉണ്ടാകുമോ? ഇല്ല, അവർക്ക് നല്ല അഭിപ്രായമില്ല എന്ന് മനസ്സിലാക്കിയിട്ട് മാറ്റാനുള്ളതാണോ ഇസ്ലാം? ഒരറിവിന്റെ ബലത്തിലാണെങ്കിൽ അങ്ങനെയെങ്കിലും സമാധാനിക്കാമായിരുന്നു. ഞാനിപ്പോ പറഞ്ഞ അതേ കക്ഷി ഹദീസുകളുടെ കൂട്ടത്തിൽ നിന്നൊരു എക്സാമ്പിൾ. അന്ത്യനാളെടുത്താൽ പടിഞ്ഞാറിൽ നിന്ന് സൂര്യൻ ഉദിക്കില്ല എന്ന് പറയുന്ന വലിയൊരു ആർഗ്യുമെന്റ് ഇപ്പോ ഏറെ കറങ്ങുന്നുണ്ട്. അത് ഇവിടെയുള്ള മുസ്ലിയാക്കന്മാർ പുരോഹിതന്മാരുണ്ടാക്കിയ ഹദീസാണെന്നാണ് പറയുന്നത്. കാരണം അദ്ദേഹം പറയുന്നത്, അവരെ പോലെയുള്ള ആളുകൾ പറയുന്നത്, സൂര്യൻ ഉദിക്കുന്ന ഭാഗത്തിന്റെ പേരാണ് കിഴക്ക്, അല്ലാതെ ഒരു നിർണിതമായ കിഴക്ക് ഭാഗം പ്രപഞ്ചത്തിനില്ല എന്ന് പറയുന്ന ആഗോള പൊട്ടത്തരമാണ് അവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. സൂര്യൻ പടിഞ്ഞാറിൽ നിന്ന് ഉദിക്കുക എന്നുള്ളത് ഭൂമിയിൽ സാധ്യമല്ല പോലും. ആരാണ് ഈ പറയുന്നത്? എങ്ങനെയാണ് ഭൂമിയിൽ 4 ദിശയുണ്ടായത് എന്ന ബേസിക് 4ാം ക്ലാസ്സിൽ സ്കൂളിൽ പഠിക്കുന്ന ഒരു പരിസ്ഥിതി ശാസ്ത്രം അറിയുന്ന ഒരു കുട്ടിയോട് ചോദിച്ചാൽ ആർഗ്യുമെന്റ് പറയുമായിരുന്നോ? ധ്രുവനക്ഷത്രം പോളറൈസിന്റെ ഭാഗം വടക്ക്, നേരെ വിപരീത ഭാഗം തെക്ക്. ഒരാൾ വടക്ക് ഭാഗത്തേക്ക് തിരിഞ്ഞാൽ ഇടത് കൈയുടെ ഭാഗം പടിഞ്ഞാറ്, ഒരാൾ വടക്ക് ഭാഗത്തേക്ക് തിരിഞ്ഞാൽ
വലത് കൈയുടെ ഭാഗം കിഴക്ക്. ഇതല്ലേ ഭൂമിയിൽ എല്ലായിടത്തുമുള്ളല്ലോ ഇതല്ലേ. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, കിഴക്ക് എന്ന് പറയുന്ന ഒരു ഭാഗമില്ല പോൽ. സൂര്യൻ ഉദിക്കുന്ന ഭാഗം ഏതാണോ ആ ഭാഗത്തിന്റെ പേരാണ് കിഴക്ക്. ആര് പറഞ്ഞു? അങ്ങനെ ഇസ്ലാമിന്റെ പ്രമാണത്തിലുണ്ടോ? ഉണ്ടാവില്ല. അങ്ങനെ ആസ്ട്രോണമി പുസ്തകത്തിലുണ്ടോ? ഇല്ല. ജോഗ്രഫി പുസ്തകത്തിലുണ്ടോ? ഇല്ല. ഒരു ഫേക്ക് ഡാറ്റ അപ്ലോഡ് ചെയ്യപ്പെട്ട ഏതെങ്കിലും വിക്കിപീഡിയ താളിലുണ്ടോ? സ്വന്തം കണ്ടെത്തലാണ് ഇതൊക്കെ. ഒരിക്കലും അങ്ങനെയല്ല. സൂര്യൻ പടിഞ്ഞാറിൽ നിന്ന് ഉദിക്കുക സാധ്യമാണെന്ന് മാത്രമല്ല, അതിമനോഹരമായിട്ട് സാധിക്കും, യാതൊരു സംശയവും ഇല്ല. സൂര്യൻ ഇപ്പോൾ ഉദിക്കുന്നത് എങ്ങനെയാ? സൂര്യൻ ഉദിക്കുന്നത് പടിഞ്ഞാറിൽ നിന്ന് കിഴക്കിലേക്കാണ് ഭൂമി കറങ്ങുന്നത്. പടിഞ്ഞാറിൽ നിന്ന് കിഴക്കിലേക്ക് ഭൂമി കറങ്ങുമ്പോൾ സ്വാഭാവികമായി ഭൂമിയുടെ കിഴക്കേ ഭാഗത്താണ് ആദ്യമായി പകലുണ്ടാവുക. ഭൂമിയുടെ കിഴക്കേ എൻഡ് എന്ന് പറയുന്നത്, ഭൂമിയുടെ കിഴക്കേ എൻഡ് എന്ന് പറഞ്ഞാൽ 180 ഡിഗ്രി ലോങ്ങിറ്റ്യൂഡ് ഈസ്റ്റ് ഭാഗം എന്ന് പറയുന്നത് റഷ്യയുടെയും സൈബീരിയയുടെയും ഫിജിയുടെയും ന്യൂസിലാൻഡിന്റെയും ആലയിന്റെ അപ്പുറത്തുള്ള കിരിബാത്തി എന്ന് പറയുന്ന പ്രദേശമാണ്. ഭൂമിയിൽ നിന്ന് ആദ്യമായി പകലുണ്ടാകുന്ന പ്രദേശം കിരിബാത്തിയാണ്. കിരിബാത്തിയിൽ നിന്ന് പകൽ ആരംഭിക്കും. പിന്നെ അത് ഈ പറയുന്ന പോലെ ലോങ്ങിറ്റ്യൂഡ് 180ലേക്ക് 170ലേക്ക് 160ലേക്ക് 180ലേക്ക് ഇങ്ങോട്ടേക്ക് വരികയാണ്. പടിഞ്ഞാറോട്ട് വരികയാണ്. ഫിജിയിൽ വരും, ന്യൂസിലാൻഡിൽ വരും, സൈബീരിയയിൽ വരും, റഷ്യയിൽ വരും, ദക്ഷിണേഷ്യ രാജ്യങ്ങളിൽ വരും, പിന്നെ അത് മധ്യേഷ്യ രാജ്യങ്ങളിലേക്ക് വരും, പിന്നെ അത് ആഫ്രിക്കയിലേക്ക് അല്ലെങ്കിൽ GCCയിലേക്ക് വരും, യൂറോപ്പിലേക്ക് പോകും, അമേരിക്കയിലേക്ക് പോകും. ആദ്യം റഷ്യയുടെ ഭാഗത്ത് പകലുണ്ടാകുന്നു, അവസാനം അമേരിക്കയുടെ ഭാഗത്ത് പകലുണ്ടാകുന്നു. എന്തുകൊണ്ട്? ഭൂമി ഇപ്പൊ കറങ്ങുന്നത് പടിഞ്ഞാറിൽ നിന്ന് കിഴക്കിലേക്കാണ്. പക്ഷേ പടിഞ്ഞാറിൽ നിന്ന് കിഴക്കിലേക്ക് ഭൂമിയെ കറക്കുന്ന പടച്ചവന്, ഇതല്ലേ ഇസ്ലാമിക വിശ്വാസം, കിഴക്കിൽ നിന്ന് പടിഞ്ഞാറിലേക്കും ഭൂമിയെ കറക്കാൻ പറ്റിയേ പറ്റൂ, അല്ലേ? അള്ളാഹ്ക്ക് നിർബന്ധമുണ്ടോ ഭൂമിയെ പടിഞ്ഞാറിൽ നിന്ന് കിഴക്കിലേക്കേ കറക്കാവൂ എന്ന്? അള്ളാഹിന്റെ സൃഷ്ടിയാണ് സൂര്യൻ, അള്ളാഹിന്റെ സൃഷ്ടിയാണ് ഭൂമി, അള്ളാഹിന്റെ സൃഷ്ടിയാണ് ഈ പറയുന്നതെല്ലാം. അപ്പൊ ഇപ്പൊ സൂര്യനെ പടിഞ്ഞാറിൽ നിന്ന് കിഴക്കിലേക്ക് കറക്കാൻ പറ്റുമെങ്കിൽ ആ ഘടന സൂര്യന് കൊടുത്ത പടച്ച റബ്ബിന് കിഴക്കിൽ നിന്ന് പടിഞ്ഞാറിലേക്കും സൂര്യനെ കറക്കാൻ പറ്റണം. ഒരു ദിവസം അങ്ങനെ സംഭവിച്ചാൽ എന്തുണ്ടാകുമെന്നറിയുമോ? ലോകത്ത് ആദ്യമായി പകലുണ്ടാവുക അമേരിക്കയിലെ അലസ്കയിലായിരിക്കും. ജോഗ്രഫി അറിയുന്ന ഒരു ബേസിക് ജോഗ്രഫി അറിയുന്ന ഒരാൾക്ക് മനസ്സിലാക്കുവാൻ പറ്റും ആ കാര്യം. ഇവിടെ സർവ്വമത സത്യവാദം ഇറക്കുമതി ചെയ്യുന്ന വലിയ പണ്ഡിറ്റുകൾക്ക് ഇത് മനസ്സിലാവാത്തത് അവർക്ക് അഞ്ജനവും മഞ്ഞളും അറിയാത്തത് കൊണ്ടാണ്. ഈ പറയുന്ന ഘടന ഇങ്ങോട്ട് കറങ്ങുന്ന ഭൂമി ഇങ്ങോട്ട് കറങ്ങിയിരുന്നുവെങ്കിൽ ലോകത്ത് ആദ്യമായി പകലുണ്ടാവുക ഇപ്പൊ അവസാനമായി പകലെത്തുന്ന അമേരിക്കയിലെ അലസ്കയിലായിരിക്കും. അവസാനമായി പകലെത്തുക ഇപ്പൊ ആദ്യമായി പകലെത്തുന്ന റഷ്യയുടെ അപ്പുറത്തുള്ള കിരിബാത്തിയിലുമായിരിക്കും. പ്രവാചകൻ അത് വൃത്തിക്ക് പറഞ്ഞു. ഒരു ദിവസം സൂര്യനെ കാണുക പോലും ഇല്ല. അതാണ് അതിന്റെ ശാസ്ത്രീയത. കാരണം നമ്മളെ കടന്നു പോകുന്ന സൂര്യൻ മറുപുറത്തേക്ക് വരുമ്പോൾ നമുക്ക് ഒരു ദിവസം മുഴുവനും 24 മണിക്കൂർ മുഴുവനും നമുക്ക് സൂര്യന്റെ വെളിച്ചം കാണുക സാധ്യമല്ലാത്തൊരു സ്ഥിതി വരും. ഭൂമി അത് കറങ്ങുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാൽ ഹദീസ് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുവാൻ കഴിയും. ഇത്തരം സ്വന്തം അറിവുകേട് കൊണ്ട് ബോധ്യമാകാത്ത ഹദീസുകൾ മുഴുവനും അത് തള്ളിയിട്ട് ഇത്തരം ഹദീസുകൾ സമൂഹത്തോട് പറഞ്ഞാൽ, യുക്തിവാദികളോട് പറഞ്ഞാൽ, നിരീശ്വരവാദികളോട് പറഞ്ഞാൽ, സ്വതന്ത്രചിന്തകരോട് പറഞ്ഞാൽ അവർ ഇസ്ലാമിനെ കുറിച്ച് പുച്ഛിച്ച് തള്ളില്ലേ? അതുകൊണ്ട് ഇതേപോലെയുള്ള ഹദീസുകൾ പറയണ്ട എന്ന് പറയുന്നവരുടെ വിഡ്ഢിത്തം കണ്ടാലും കേട്ടാലുമാണ് സമൂഹം ഇസ്ലാമിനെയും അവരെയും പുച്ഛിച്ച് തള്ളുക. അവർ ബേസിക്കലി ഇത് പഠിക്കാൻ തയ്യാറാവുകയാണ് വേണ്ടത്. വാസ്തവം അതാണ്. വിശുദ്ധ ഖുർആൻ ഇന്നലെയോ മെനയാന്നെങ്ങാനും ഇവിടെയുള്ള ഒരു എക്സ് മുസ്ലിം അതൊരു വേദി കിട്ടിയപ്പോൾ ഞാൻ പറയുകയാണ്, എൻ്റെ ഒരു സ്വർഗത്തെ സംബന്ധിച്ചിട്ടുള്ള ഒരു പരാമർശം ക്ലിപ്പാക്കിയിട്ട് ഹൈത്തമി റോസ്റ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത് കണ്ടു. അത് കണ്ടാൽ ഞാൻ മൈൻഡ് ചെയ്യാറൊന്നുമില്ല. ഒരുപാട് ആളുകൾ അങ്ങനെ ചെയ്യലുമുണ്ട്. അതേസമയം ഇത് ഒരുപാട് ഉസ്താദുമാർ പോലും എനിക്ക് അയച്ചു തന്നു. ഇന്ന് ട്രെയിനിൽ ഞാൻ വരുമ്പോഴും 2-3 ഉസ്താദുമാർ അയച്ചായിരുന്നു. ഇന്നലെയോ മെനിയാന്നുമാണ് ആ കക്ഷി, ഞാൻ ആ കക്ഷീൻ്റെ പേര് പറയുന്നില്ല, അത് അപ്ലോഡ് ചെയ്തത്. എന്താ അവർക്ക് പരാതി? അവർക്ക് പരാതി സ്വർഗത്തെ നമ്മൾ മാക്സിമം പുട്ടിയടിച്ചിട്ട് സ്വർഗത്തെ വെളുപ്പിച്ച് നിർത്തുകയാണ്. ഇസ്ലാമിൻ്റെ സ്വർഗം ഒരു സമൂഹത്തോട് പറയാൻ പറ്റാത്ത സ്വർഗസങ്കല്പമാണെന്ന്. ഇസ്ലാമിൻ്റെ സ്വർഗസങ്കല്പത്തെ
ഈ പറയുന്നത് പോലെ ആളുകൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിൽ നിങ്ങളൊന്ന് അവതരിപ്പിച്ചാട്ടെ എന്ന് ഇസ്ലാമിനെ നവീകരിക്കാൻ ശ്രമിക്കുന്ന ഈ അദ്വൈത ഇസ്ലാമിസ്റ്റുകളോടും, ഈ പറയുന്ന പെരിണിയൽ ഇസ്ലാമിസ്റ്റുകളോടും, ഈ പറയുന്ന സർവമത സത്യവാദികളായ ഇസ്ലാമിസ്റ്റുകളോടും, ഇനി ആ വൃത്തം പൊട്ടിച്ച് മറുപുറത്തേക്ക് പോയ എക്സ് കോയകൾ ആയിട്ടുള്ള ഇസ്ലാമിസ്റ്റുകളോടും ചോദിച്ചാൽ അവർക്ക് പറയുക സാധ്യമല്ല. ഇസ്ലാമിൻ്റെ സ്വർഗം എന്ന് പറഞ്ഞാൽ ഞാൻ ആവർത്തിച്ച് പറയുകയല്ല, അവർ അങ്ങനെ ഒരു പരദൂഷണവും പരിഹാസവും പറഞ്ഞതുകൊണ്ട് മാത്രം മനസ്സിലാവാൻ വേണ്ടി പറയട്ടെ. ഇസ്ലാമിൻ്റെ സ്വർഗം ഒരു സങ്കല്പമോ സ്വപ്നമോ അല്ല. ഇസ്ലാമിൻ്റെ സ്വർഗം ഒരു നാഗരിക ജീവിതമാണ്. എല്ലാ ഭാഗത്തും ഇടത്തോട്ട് നോക്കിയാൽ പാലിൻ്റെ പുഴ, വലത്തോട്ട് നോക്കിയാൽ തേനിൻ്റെ പുഴ, എങ്ങോട്ട് നോക്കിയാലും തരുണീമണികളായ സ്ത്രീകൾ. അങ്ങനെ വലിയൊരു മാളല്ല ഇസ്ലാമിലെ സ്വർഗം. അല്ലെങ്കിൽ സ്വർഗം എന്ന് പറഞ്ഞാൽ തന്നെ ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനെ കാണുമ്പോൾ കിട്ടുന്ന, അള്ളാഹുവിനെ കാണാൻ വേണ്ടി തയ്യാർ ചെയ്യപ്പെട്ട പവലിയൻ്റെ പേരാണ് സ്വർഗം. സ്വർഗമല്ല പ്രധാനം. ഇതാണ് നമ്മുടെ വിശ്വാസം. നമ്മുടെ വിശ്വാസത്തിൽ പ്രശ്നമുണ്ടെങ്കിലാണ് അവർക്ക് പരിഹസിക്കാൻ പഴുതുള്ളൂ. നമ്മുടെ വിശ്വാസം ആദ്യം എന്താണെന്ന് അവർ പഠിക്കട്ടെ. നമ്മുടെ വിശ്വാസം എന്താണെന്നറിയോ? ഒരു വലിയ നേതാവ്, അദ്ദേഹം ഒരു സുപ്രീമായാൽ അദ്ദേഹത്തിൻ്റെ വീടൊക്കെ ഒന്ന് വലുതാക്കും. സന്ദർശകർ വരും, VIP വരും, മന്ത്രിമാരൊക്കെ വരും. ഇപ്പം പഴയ ചെറിയ വീടൊക്കെ ആണെങ്കിൽ വീടൊക്കെ ഒന്ന് വലുതാക്കി കുറച്ച് സോഫ സെറ്റൊക്കെ പുതിയത് അവിടെ തയ്യാർ ചെയ്ത്, മുറ്റത്തൊക്കെ കുറച്ച് ഗാർഡനൊക്കെ സെറ്റ് ചെയ്ത്, 2-3 കാറിനൊക്കെ തിരിക്കാനും മറിയാനും ഒക്കെയുള്ള സ്പേസ് വഴിയിലൊക്കെ വെച്ചു കൊടുക്കും. എന്തിനാ? വലിയ വലിയ ആളുകൾ വരുന്നുണ്ട്, ഇദ്ദേഹത്തെ കാണാൻ ഒരു സൗകര്യമുണ്ടാക്കണം. അള്ളാഹുവിനെ കാണാൻ വേണ്ടി വിശ്വാസികൾ മരണാനന്തരം എത്തുമ്പോൾ അവർക്കവിടെ റിലാക്സ് ആയിട്ട് ജീവിക്കാൻ ആവശ്യമായ സൗകര്യത്തിൻ്റെ പേരാണ് സ്വർഗം. ലക്ഷ്യം അള്ളാഹുവാണ്. അതല്ലേ ഖുർആൻ മുന്നോട്ട് വെക്കുന്നത്? അള്ളാഹെ കാണലാണ് പ്രധാനം. ജസാഉഹും ഇൻദ റബ്ബിഹിം ജന്നാത്തു അദ്നിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ ഖാലിദീന ഫീഹാ റളിയല്ലാഹു അൻഹും വറളു അൻ ദാലിക ലിമൻ ഖശിയ റബ്ബ. എന്തേ പറഞ്ഞത്? ജസാഉഹും, ഈ സത്യവിശ്വാസികളുടെ പ്രതിഫലം എവിടെയാണ്? ഇൻദ റബ്ബിഹിം, അള്ളാന്റെ അരികിലാണ് പ്രതിഫലമുള്ളത്. അള്ളാന്റെ അരികത്താവുക എന്നുള്ളതാണ് പ്രധാനം. അരികത്താകുമ്പോൾ സ്വാഭാവികമായി അള്ളാഹുവിൻ്റെ അരികത്താകുമ്പോൾ അവിടെ വലിയ പാർക്കുണ്ടാകും, അവിടെ വലിയ പൂന്തോട്ടമുണ്ടാകും, അവിടെ വലിയ കാഴ്ചകൾ ഉണ്ടാകും, അവിടെ വലിയ അക്വേറിയങ്ങൾ ഉണ്ടാകും, അവിടെ വലിയ പുഷ്പോദ്യാനങ്ങൾ ഉണ്ടാകും, അവിടെ ഒരുപാട് സൗകര്യങ്ങൾ ഉണ്ടാകും. അവിടെ അള്ളാഹുവാണ് പ്രധാനപ്പെട്ടത്. ളറബല്ലാഹു മസലൻ ലില്ലദീന ആമനു ഇംറഅത ഫിർഔന ഇദ് ഖാലത് റബ്ബി ഇബ്നി ലീ ഇൻദക ബൈതൻ ഫിൽ ജന്ന. അതല്ലേ ആസിയ ബീവി അള്ളാഹുവിനോട് ദുആ ചെയ്തത്? അവിടെയും എന്താ പറഞ്ഞത്? റബ്ബി ഇബ്നി ലീ, എനിക്ക് വേണ്ടി നീ ഒന്ന് കെട്ടിത്താ, ഇൻദക, നിന്റെ അരികെ കെട്ടിത്താ, ബൈത്തൻ, ഒരു വീട്, ഫിൽ ജന്ന, ആ തോട്ടത്തിൽ. അതാ പറയുന്നത്. അപ്പൊ പ്രധാനപ്പെട്ടത് അള്ളാഹുവിന്റെ അരികത്താവുക എന്നുള്ളതാണ്. ഇതാണ് സൂഫി വിശ്വാസം, ഇതാണ് ഇസ്ലാമിക വിശ്വാസം. ലോകത്തെ അത്ഭുതപ്പെടുത്തിയ, ഞാൻ ദീർഘിപ്പിക്കുകയല്ല, ഇവിടെ അദ്വൈതവാദികളൊക്കെ പരിഹസിക്കുന്നുണ്ട്, ഞാൻ പേര് പറയുന്നേ ഇല്ല. റാബിയ അദവിയ അവർ കോട്ട് ചെയ്യാറുണ്ടല്ലോ. എന്തേ റാബിയ അദവിയ മഹദി എന്താ പറഞ്ഞത്? അവര് തെരുവിലൂടെ ഒരു കൈയിൽ റാന്തലും മറുകൈയിൽ ഒരു തൊട്ടി വെള്ളവുമായി ഓടുകയായിരുന്നു. അവരോട് ചോദിക്കപ്പെട്ടു, റാബിയ എന്ന് പറഞ്ഞാൽ തന്നെ 4ാമത്തെ പുത്രി എന്നാണ്. പിതാവിന് 4ാമതുണ്ടായ മഹദിയാണ്, ഭവതിയാണ് റാബിയ, അദവി ഗോത്രക്കാരിയായ 4ാമത്തെ പെണ്ണ്. ഒരു കൈയിൽ റാന്തലും മറുകൈയിൽ ഒരു തൊട്ടി വെള്ളവുമായി ഓടുന്ന മഹദിയോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത്? പണ്ട് ഡയോജനീസ് ഗ്രീക്കിന്റെ നഗരരാഷ്ട്രത്തിലൂടെ മനുഷ്യനെ തപ്പിയിട്ട് റാന്തലും കത്തിച്ച് പകലോടിയതുപോലെ. അപ്പൊ റാബിയ അദവിയ പറഞ്ഞു, ഞാൻ ഈ റാന്തല് കൊണ്ട് സ്വർഗം കത്തിക്കാൻ പോവാണ്, ഞാൻ ഈ തൊട്ടി വെള്ളം കൊണ്ട് നരകം കെടുത്താനും പോവുകയാണ്.
അല്ല മഹദി, നിങ്ങളെന്തൊക്കെയാണ് ഈ പറഞ്ഞു കൂട്ടുന്നത്? ഞാൻ സ്വബോധത്തിൽ തന്നെ പറയുകയാണ്, എന്തെങ്കിലും ഭ്രാന്ത് പറയുകയല്ല. കാരണം ആളുകൾക്ക് സ്വർഗം വേണം, സ്വർഗത്തിന് വേണ്ടിയാണ് അമൽ ചെയ്യുന്നത്. ആളുകൾക്ക് നരകം പേടിയാണ്, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനാണ് അമൽ ചെയ്യുന്നത്. ആർക്കും അള്ളാഹുവിന് വേണ്ട. അതുകൊണ്ട് ഞാൻ ഈ നരകമിതാ വെള്ളമൊഴിച്ച് കെടുത്തുന്നു, ഞാൻ ഈ സ്വർഗമിതാ കത്തിക്കുന്നു എന്ന് പറഞ്ഞ റാബിയ അദവിയെ കോട്ട് ചെയ്യുന്ന ആളുകൾ മനസ്സിലാക്കണം, ഇസ്ലാമിന്റെ സ്വർഗം എന്ന് പറയുന്നത് മഅയ്യത്തുള്ളായാണ്. ഇസ്ലാമിന്റെ സ്വർഗം എന്ന് പറയുന്നത് ലദുന്നിയായിട്ട് അള്ളാഹുവിന്റെ അരികെ എത്തുക എന്നുള്ളതാണ്, അള്ളാഹുവിന്റെ കൂടെയാവുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട സ്വർഗം. അപ്പൊ ഭൂമിയിലെ ഒരു VIP കാണാൻ ചെല്ലുമ്പോൾ തന്നെ അവിടെ ഒരുപാട് സൗകര്യങ്ങൾ ഉണ്ടാകുമെങ്കിൽ അള്ളാഹുവിനെ കാണാൻ ചെല്ലുമ്പോൾ അവിടെ അതിനേക്കാൾ വലിയ സൗകര്യം ഉണ്ടാകണം. ആ വലിയ സൗകര്യത്തിൽപ്പെട്ട ചെറിയ ചെറിയ പെക്കുലാരിറ്റീസും ഫീച്ചേഴ്സും മാത്രമാണ് ഈ പറയുന്ന തസ്നീം അരുവിയിലെ പാനീയം, ഈ പറയുന്ന പാലിനേക്കാൾ വെളുത്ത പാനീയം. എന്തേ കളിയാക്കാൻ മാത്രമുള്ളത്? പാലിനേക്കാൾ വെളുത്ത പാനീയം എന്നുള്ളത് പാല് മനോഹരമാണ് കാണാനും അനുഭവിക്കുവാനും. ഇപ്പൊ ഒരു സമൂഹത്തോട് പറയുമ്പോൾ പാലിനേക്കാളും സുന്ദരമാണ് എന്ന് പറയുന്നതിൽ എവിടെയാണ് സാഹിത്യപരമായി അഭംഗിയുള്ളത്? തേനിനേക്കാൾ മധുരം എന്ന പ്രയോഗത്തിലാണ് വേറൊരാൾ പ്രശ്നം കണ്ടിരിക്കുന്നത്. തേനിനേക്കാൾ മധുരം എന്ന് പറഞ്ഞാൽ തേനിനേക്കാളും മധുരം പിന്നെ കുടിക്കാൻ പറ്റുമോ? തേനിൻ്റെ മധുരം അലോസരപ്പെടുത്തുന്നുവെങ്കിൽ അതിനേക്കാളും രുചികരമായ മാധുര്യം ഫീൽ ചെയ്യുന്ന, പ്രയാസപ്പെടുത്താത്തത് എന്നുള്ളതാണ്. പോപ്പിയേക്കാളും വലിയ ചെറിയ കുട എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ആ പ്രയോഗമാണത്. പോപ്പിയേക്കാളും വലിയ ചെറിയ കുട എന്ന് പറഞ്ഞാൽ എവിടെയാണ് വലിപ്പം, എവിടെയാണ് ചെറുപ്പം? മെറ്റഫറിക് സെൻസ് അറിയാത്തവരോട് സംസാരിച്ചിട്ട് കാര്യമില്ല. അല്ലെങ്കിൽ ഞാനവിടെ ഒരു കളിതമാശ പറയുകയല്ല. വിശുദ്ധ ഖുർആനിൻ്റെയും ഇസ്ലാമിൻ്റെയും സത്യതയും അതിൻ്റെ നിത്യതയും മനസ്സിലാക്കുവാൻ അവർ കളിയാക്കുന്ന ഈ സ്വർഗത്തെ സംബന്ധിക്കുന്ന ഒറ്റ ആയത്ത് മാത്രം മതി. ഞാൻ ചോദിക്കട്ടെ, ലോകത്ത് നിന്ന് ജീവിക്കുന്ന ഏറ്റവും വലിയ മില്യണയറായ കോടിപതിയായ ഇലോൺ മസ്ക് മുതൽ നമ്മുടെ നാട്ടിലുള്ള നമ്മളടക്കമുള്ള ശരാശരിക്കാരായ മധ്യവർഗത്തിൽ വരുന്ന ആളുകൾ വരെ ഓഫ് ദിവസങ്ങൾ ആസ്വദിക്കുവാനും ഒഴിവ് ദിവസങ്ങൾ കൊണ്ടാടുവാനും സ്വീകരിക്കുന്ന വിനോദത്തിൻ്റെ ഉപാധികൾ ഏതൊക്കെയാണ്? ഈ പറയുന്ന സ്വർഗം മുന്നോട്ട് വെക്കുന്ന കൺസെപ്റ്റ് തന്നെയല്ലേ? അള്ളാഹുവിൻ്റെ അരികെയായാൽ പിന്നെയുള്ളത് ജന്നാത്തു അദ്നിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ. അവിടെ നദികളുണ്ട്, അവിടെ നീരൊഴുക്കുണ്ട്, അവിടെ പുഴയുണ്ട്. അവിടെ ഈ പറയുന്നത് പോലെ ലോകത്തുള്ള ഏത് ആളുകളും ഒരുപക്ഷെ കടപ്പുറത്ത് പോയി അല്ലെങ്കിൽ നദിക്കരയിൽ പോയി തോടിൻ്റെ വക്കത്ത് പോയി അവിടെ ഡ്രസ്സ് ഉരിഞ്ഞും ഉരിയാതെയും മണ്ണിൽ കിടന്നും കൊണ്ട് ആർമാദിക്കുന്നതാണ് 2025 വിനോദസങ്കല്പത്തിൻ്റെ ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു സങ്കല്പം. തള്ളിക്കളയാൻ പറ്റുമോ? പിന്നെ പച്ചപ്പാണ്. ഖുർആൻ മുന്നോട്ട് വെക്കുന്ന മനഃശാസ്ത്രം കൂടി അവിടെ നിന്ന് വായിക്കാൻ പറ്റും. പച്ചപ്പ് എന്ന് പറയുന്ന സങ്കല്പം. ഒരാൾ നല്ല വീട് കെട്ടിയാൽ വീടൊക്കെ കോൺക്രീറ്റിന്റെ വലിയ കാടായിരിക്കും, പക്ഷെ മുറ്റത്ത് പച്ചപ്പ് നിർബന്ധമാണ്. തോട്ടവും ചെടിയും പോയില്ലെങ്കിൽ അപൂർണതയാണ്. ഖുർആൻ പറഞ്ഞു ജന്നാത്താണ്, പച്ചപ്പാണ്, മരുഭൂമിയല്ല ഖുർആൻ മുന്നോട്ട് വെക്കുന്നത്. ഹരിതാഭമായ അതിമനോഹരമായിട്ടുള്ള പച്ചപ്പിലാണ് വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന സ്വർഗത്തിന്റെ സങ്കല്പം കിടക്കുന്നത്. പിന്നെയോ ഖാലിദീന ഫീഹാ, അതിമനോഹരമായിട്ടുള്ളൊരു പ്രയോഗം. നമ്മൾ ഗൾഫിൽ പോകുമ്പോൾ അറിയാം, ഗൾഫിലൊക്കെ നമ്മുടെ നാട് പോലെയല്ല. ഇവിടുന്ന് ഓട്ടോറിക്ഷയിൽ പോകുന്ന ആളും ലൈൻ ബസ്സിൽ തൂങ്ങിപ്പോകുന്ന ആളും ഗൾഫിൽ പോയാൽ വലിയ കാറിലൊക്കെയാണ് സഞ്ചരിക്കുക. അവിടെ ഒന്നുകൂടി ലൈഫ് സ്റ്റൈൽ എലൈറ്റാണ്, പക്ഷെ ഒരു സമാധാനം ഉണ്ടാവില്ല. ഖത്തറിൽ അപ്പാർട്ട്മെൻ്റ് ഉണ്ട്, ദുബൈയിൽ അപ്പാർട്ട്മെൻ്റ് ഉണ്ട്, റിയാദിൽ കച്ചവടമുണ്ട്, ഇപ്പുറത്ത് കഫ്റ്റീരിയ ഉണ്ട്, പക്ഷേ സമാധാനമില്ല. കാരണം നാളെ രാവിലെ നിങ്ങൾ പോകണമെന്ന് പറഞ്ഞാൽ പോവേണ്ടി വരും. കാരണം GCC രാജ്യങ്ങളിൽ നമുക്ക് പൗരത്വമില്ല. അതൊരു ഭീഷണിയാണ്. പക്ഷേ ഖുർആൻ പറയുകയാണ് ഖാലിദീന ഫീഹാ, ഈ സ്വർഗത്തിൽ കടക്കുന്ന ആളുകൾക്ക് സ്വർഗത്തിൽ പൗരത്വം കൊടുക്കും. അവർ അവിടുത്തെ പൗരന്മാരായി മാറും. അവിടെ അവർക്ക് തിരിച്ചറിയൽ രേഖയുണ്ടാകും. അവർ അവിടുത്തെ ആളായി മാറും. അടുത്ത കൺസെപ്റ്റോ, ഇതിനെ മികക്കുന്ന ഏത് വിനോദസങ്കല്പമാണ് ലോകത്തുള്ളത്? അടുത്ത കൺസെപ്റ്റ് എന്താണ്? സ്വാഭാവികമായി ഒരു വലിയ മുതലാളി, ഒരു വലിയ യജമാനൻ, കീഴിൽ ഒരുപാട് സ്ഥാപനങ്ങൾ നടത്തുന്നയാളാണ്, കീഴ് ജീവനക്കാരുണ്ട്. പക്ഷേ നല്ല ജോലിക്കാരാണെങ്കിലും കുറെ കാലം ഒരേ ജോലിക്കാർ തന്നെയാണെങ്കിൽ ഈ മാസ്റ്റർക്കൊരു മനംമടുപ്പ് വരും. എത്ര കാലമാണ് ഇവരെ തന്നെ ഇങ്ങനെ പോറ്റുക, ഇവരെ വെച്ചൊന്ന് മാറ്റിയാലോ?
അതേപോലെ സ്വർഗാവകാശികൾ കുറെ കാലം സ്വർഗത്തിൽ കിടക്കുമ്പോൾ അള്ളാഹുവിന് തോന്നില്ല, കുറെ കാലമായില്ലേ ഇവരിതിൻ്റെ ഉള്ളിൽ, ഇവരെ ഒന്ന് വെച്ച് മാറ്റാമെന്ന് തോന്നുകയില്ല. അതാണ് ഖുർആൻ പറയുന്നത്, റളിയല്ലാഹു അൻഹും, അവരെ അള്ളാഹു മാറ്റില്ല. അവരെക്കുറിച്ച് അള്ളാഹുവിന് നല്ല അഭിപ്രായമാണ്. കുറെ കാലം കഴിയുമ്പോൾ അവരെ പുറത്താക്കി പുതിയ ടീമിനെ കൊണ്ടുവരില്ല അള്ളാഹു. എന്നാൽ മനുഷ്യർക്കോ കുറെ കാലമായി കാണണമെന്ന് വിചാരിക്കുന്നു, ഒപ്പം പോകണമെന്ന് വിചാരിക്കുന്നു. പക്ഷേ വലിയ വലിയ നേതാക്കന്മാർ, സെലിബ്രിറ്റികൾ എപ്പോഴും കണ്ടുകൊണ്ടിരുന്നാൽ മടുപ്പാണ്. ആദ്യമൊക്കെ കാണുമ്പോൾ സെൽഫിയൊക്കെ എടുക്കും, ഓട്ടോഗ്രാഫൊക്കെ ചോദിക്കും. കണ്ടുകൊണ്ടിരുന്നാലോ പിന്നെ ഒരു ഭാരമാണ്, നമ്മൾ മൈൻഡ് ചെയ്യില്ല എന്ന് പറഞ്ഞ പോലെ കുറെ കാലം സ്വർഗത്തിൽ കടന്നാൽ ഈ മോമിനിങ്ങൾക്ക് തോന്നുമോ ഈ അള്ളാഹുവിനെ ഒന്ന് മാറ്റണമെന്ന്, റസൂലുള്ളാഹിനെ ഒന്ന് മാറ്റണമെന്ന്? അവർക്കും തോന്നില്ല. വറളു അൻഹും, അവർക്ക് അള്ളാഹു മതി, കണ്ടിട്ടും കണ്ടിട്ടും പൂതി മാറുന്നില്ല. അവർക്ക് റസൂലുള്ള മതി, കണ്ടിട്ടും കണ്ടിട്ടും പൂതി മാറുന്നില്ല. എന്നിട്ടും സ്വർഗത്തെ സങ്കല്പം തീർന്നോ? ഇതൊക്കെയാണ് ഖുർആൻ മുന്നോട്ട് വെക്കുന്ന സ്വർഗസങ്കല്പം. അവിടെ കച്ചവടമുണ്ട്, അവിടെ കൃഷിയുണ്ട്, കൂട്ടുജീവിതമുണ്ട്. സ്വർഗത്തിൽ പറഞ്ഞല്ലോ, സ്വർഗത്തിൽ മുള്ളില്ലാത്ത ഫ്രൂട്ട്സ് ആണുള്ളത്. മുള്ളില്ലാത്ത ഫ്രൂട്ട്സ് സ്വർഗത്തിൽ ഉണ്ടാകണമെങ്കിൽ വിളവെടുക്കണ്ടേ? അല്ലേ? ഭൂമിയിൽ നിന്നാണ് സ്വർഗത്തിലേക്ക് ഫ്രൂട്ട്സ് കൊണ്ടുപോവുക. അപ്പൊ സ്വർഗത്തിൽ കൃഷിയുണ്ട്. ഫീ സിദ്രിൻ മഖ്ലൂദ് വതൽഹിം മംലൂദ് വളില്ലിം മംദൂദ് വമാഇൻ മസ്കൂബ് വഫാകിഹത്തിൻ കസീറ ലാ മഖ്തൂഅത്തിൻ വലാ മംനൂഅ. ലാ മഖ്തൂഅത്തിൻ വലാ മംനൂഅ എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ പഴങ്ങളൊക്കെ സീസണലാണ്. മഴക്കാലത്ത് കിട്ടുന്നത് വേനൽക്കാലത്ത് കിട്ടില്ല. ചക്കാൻ്റെയും മാങ്ങാൻ്റെയും സീസണിൽ കിട്ടുന്നത് മറ്റു സീസണിൽ കിട്ടില്ല. മറ്റു സീസണിലുള്ളത് ഇത് കിട്ടില്ല. എല്ലാ പഴങ്ങളും, ഈത്തപ്പഴം പോലും സീസണിലാണ്. പക്ഷെ സ്വർഗത്തിലെ പഴങ്ങൾ ലാ മഖ്തൂഅത്തിൻ വലാ മംനൂഅ, അത് 12 മാസവും അതൊക്കെ അവൈലബിൾ ആയിരിക്കും എന്ന് പരിശുദ്ധ ഖുർആൻ. എവിടെ? തോട്ടങ്ങളുണ്ട്, കൾട്ടിവേഷൻ ഉണ്ട്. ഇവരെ വിശുദ്ധ ഖുർആൻ പറയുന്ന സ്വർഗം പഠിച്ചിട്ട് വിമർശിക്കുകയാണെങ്കിൽ ഓക്കെ. ജന്നാത്തു അദ്നിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ എന്ന് പറയുന്നതിന്റെ താല്പര്യം മറ്റൊന്നു കൂടിയുണ്ട്. ലോകത്തുള്ള എല്ലാ സംസ്കാരങ്ങളും, മെസപ്പൊട്ടോമിയൻ സംസ്കാരം, ബാബിലോണിയൻ സംസ്കാരം, ഈജിപ്ഷ്യൻ സംസ്കാരം, മോഹൻജദാരോ ഹാരപ്പൻ സംസ്കാരം, മാൻ സംസ്കാരം, ചൈനീസ് സംസ്കാരം, മെഡിറ്ററേനിയൻ സംസ്കാരം, എല്ലാ സംസ്കാരങ്ങളും ഉണ്ടായത് നദീതീരത്താണ്. എന്തുകൊണ്ടാണ് നദീതീരത്ത് സംസ്കാരം ഉണ്ടായത്? നദീതീരത്ത് മാത്രമാണ് കൾട്ടിവേഷൻ, കൃഷി ചെയ്യാൻ സൗകര്യം ഉണ്ടാവുക. അപ്പൊ സ്വർഗത്തിൽ കൃഷിയുണ്ട് എന്ന് പറഞ്ഞ് നിർത്തിയില്ല ഖുർആൻ. കൃഷി ചെയ്യാൻ അവിടെ നിങ്ങൾ ജീവിക്കുക, നദിക്കരയിലാണ്, ഇറിഗേഷനിങ് ഉണ്ട്. സ്വർഗത്തിലെത്തിയപാട് കുടിക്കുന്ന ജ്യൂസ് പോലും ഖുർആൻ പറഞ്ഞത് മിസാജുഹാസൻ ജബീല എന്നാണ്. ഇഞ്ചി ഇൻഗ്രീഡിയൻ്റ് ആയ ജ്യൂസാണ്, ലൈമാണ് സ്വർഗത്തിൽ വെച്ച് പാനം ചെയ്യപ്പെടുക എന്ന്. ഇഞ്ചി ചുമ്മാ കിട്ടില്ലല്ലോ, കൃഷി ചെയ്യണമല്ലോ. തൽഹുൻ മംലൂദ്, എന്താ താല്പര്യം? ബനാന, പഴുത്ത നീന്തർക്കായ എന്നാണ്. അവിടെ വാഴക്കൃഷി ഉണ്ടാകുമല്ലോ, കച്ചവടം ഉണ്ടാകും, കൃഷി ഉണ്ടാകും. അവിടെ സഹാബികൾ പ്രവാചകനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിങ്ങൾ വലിയ ആളായിരിക്കില്ലേ സ്വർഗത്തിൽ, ഇവിടെ വെച്ച് നിങ്ങളെ തൊടാൻ ഞങ്ങൾക്ക് പറ്റുന്നു, കാണാൻ പറ്റുന്നു, അവിടെ എത്തിയാൽ നിങ്ങൾ വലിയ ആളായിരിക്കൂലേ, അപ്പം ഞങ്ങൾക്ക് എങ്ങനെയാണ് കാണാൻ കഴിയുക? അതിന് പ്രവാചകൻ കൊടുക്കുന്ന മറുപടികളിൽ ഇങ്ങനെ ഒരു ഭാഗമുണ്ട്, ഞാൻ നിങ്ങളെ കാണാൻ ഇറങ്ങി വരും, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ കാണാനുള്ള സമ്മതം കിട്ടും. എന്തുകൊണ്ട്? ഹെറാർക്കി ഉണ്ട് അവിടെ. പ്രവാചകൻ നേതാവാണ്, അപ്പോയിൻമെന്റ് കിട്ടണമെങ്കിൽ വെയിറ്റ് ചെയ്യേണ്ടി വരും. സ്വർഗത്തിൽ ദറജ കൊടുക്കണം, ദറജ കൂട്ടണമൊക്കെ ദുആ ചെയ്യാറുണ്ടല്ലോ നമ്മൾ. എന്താ ഈ ദറജ? ചില ആളുകൾക്ക് പ്രവാചകനുമായി ഇടവും വലവും സഞ്ചരിക്കാൻ പറ്റും, നേരിട്ട് കോണ്ടാക്ട് ചെയ്യാൻ പറ്റും. ചില ആളുകൾക്ക് പറ്റില്ല, ചില ആളുകൾക്ക് അപ്പോയിൻമെന്റ് എടുക്കേണ്ടി വരും. ഇതൊക്കെ എന്താണ് ദുനിയാവിന്റെ ഘടന? അതിന്റെ കുറ്റമറ്റ ഘടനയാണ് സ്വർഗത്തിലുള്ളത്. അല്ലാതെ ഇവര് പറയുന്നത് പോലെ ഇടഭാഗത്ത് നോക്കിയാലും ലൈംഗികത, വലഭാഗത്ത് നോക്കിയാലും ലൈംഗികത, മുന്നോട്ട് നോക്കിയാൽ പാലിന്റെ പുഴ, പിറകിലേക്ക് നോക്കിയാൽ തേനിന്റെ പുഴ, അതൊക്കെ ഉണ്ടാകും. അതിൻ്റെ ഒരു പെർഫെക്ഷന് വേണ്ടി സ്വർഗം എന്ന് പറഞ്ഞാൽ ഒരു നാഗരിക ജീവിതമാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. ലോകത്ത് ഒറ്റ ഭാഗം കൂടി അഡോൾഫ് ഹിറ്റ്ലർ ആയാലും, ബനിറ്റോ മുസോളിനി ആയാലും, ബെഞ്ചമിൻ നെതന്യാഹു ആയാലും, ഡൊണാൾഡ് ട്രംപ് ആയാലും, ലോകത്തെ ഏത് അറിയപ്പെട്ട ക്രൂരന്മാരായ ഏകാധിപതികളായാലും, ഫിറഔൻ റംസീസ് മുതൽ ഈ പറയുന്ന നമ്രൂദ് അടക്കം ഇനി അന്ത്യനാൾ വരെയുള്ള ഏത് മനുഷ്യർ ക്രൂരന്മാരായ ആളുകൾ വന്നാലും ഒരു കാര്യത്തിൽ അവരുടെ ഹൃദയം സോഫ്റ്റ് ആയിരിക്കും, ചെറിയ കുട്ടികളോടുള്ള സമീപനത്തിൽ. ആർക്കാ സംശയമുള്ളത്? കുട്ടികൾ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരേപോലെ മനോഹരമായ അനുഭവമാണ്. വികൃതി കുസൃതികളുമായി, ലഹള ബഹളങ്ങളുമായി, മോണകാട്ടി
കുതിച്ചു പായുന്ന, മതിച്ചോടുന്ന, ബഹളങ്ങൾ ഉണ്ടാക്കുന്ന കുഞ്ഞുങ്ങൾ. വിശുദ്ധ ഖുർആൻ അതുപോലും ഒഴിവാക്കിയില്ല. കുഞ്ഞുങ്ങളുമുണ്ട് സ്വർഗത്തിൽ. യതൂഫു അലൈഹിം വിൽദാനും മുഖല്ലദൂൻ ബിഅക്വാബിൻ വഅബാരീക് വകഅസിൻ മിൻ മഈൻ. ഖുർആൻ നടത്തിയ പ്രയോഗം നോക്കൂ. യതൂഫു അലൈഹിം, ഈ സ്വർഗാവകാശികളുടെ ചുറ്റിലും ഓടിച്ചാടിക്കളിക്കും. വിൽദാനും മുഖല്ലദൂൻ, ഇനി മരിക്കാത്ത കുഞ്ഞുങ്ങൾ. ഏതാണ് ഈ ഇനി മരിക്കാത്ത കുഞ്ഞുങ്ങൾ? ഗാസയിലെ കുഞ്ഞുങ്ങളാണ് ആ വളണ്ടിയേഴ്സ്, യമനിലെ കുഞ്ഞുങ്ങളാണ് ആ വളണ്ടിയേഴ്സ്, സിറിയയിലെ കുഞ്ഞുങ്ങളാണ് ആ വളണ്ടിയേഴ്സ്, ഭൂകമ്പത്തിൽ മരണപ്പെടുന്ന കുഞ്ഞുങ്ങളാണ് ആ വളണ്ടിയേഴ്സ്, അകാലത്തിൽ പൊലിഞ്ഞു പോകുന്ന അപകടത്തിലും ആഹുതിയിലും മിസൈൽ ആക്രമണത്തിലും ഒക്കെ മരണപ്പെട്ടു പോകുന്ന പാപം ചെയ്യാത്ത നിരപരാധികളായ കുഞ്ഞുങ്ങളാണ് സ്വർഗത്തിലെ അതിൻ്റെ വാളണ്ടിയേഴ്സ്. ആ അർത്ഥത്തിൽ പ്രയോഗിക്കാൻ പറ്റുന്ന തരത്തിൽ സ്വർഗത്തിൽ കടക്കുന്നവരെ സ്വീകരിക്കുന്ന കുഞ്ഞുങ്ങൾ. യതൂഫു അലൈഹിം ബിൽദാനുൻ. പക്ഷെ ശ്രദ്ധേയമായൊരു വാക്ക് പറഞ്ഞു, ഒരിക്കൽ അവർ മരിച്ചു, മുഖല്ലദൂൻ, ഇനി അവർ കുഞ്ഞുങ്ങൾ തന്നെയാണ്, ഇനി അവർ മരിക്കാനും പോകുന്നില്ല എന്ന് പരിശുദ്ധ ഖുർആൻ. ഈ സ്വർഗസങ്കല്പം ഇതിനേക്കാളും പെർഫെക്റ്റായി ഒരു സ്വർഗസങ്കല്പം അവതരിപ്പിക്കുകയാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് പറയാൻ പറ്റുക? വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന, പരിശുദ്ധ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന 9:45. ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. മാക്സിമം എനിക്ക് ഒച്ച ഉണ്ടായിട്ട് പറഞ്ഞതല്ല, പക്ഷേ നിങ്ങൾ ഇത്ര ആളുകൾ വളരെ കൂടുതൽ പ്രതീക്ഷിച്ചുകൊണ്ട് കാത്തിരുന്നത് കണ്ടപ്പോൾ എനിക്ക് തന്നെ ഒരു സങ്കടം പോലെയായി. അള്ളാഹു നമ്മളെയെല്ലാം കബൂൽ ചെയ്യട്ടെ. നിങ്ങളിങ്ങനെ ആദരിച്ച് കാത്തിരിക്കാൻ മാത്രമുള്ള ഒരാളൊന്നുമല്ല ഞാൻ. നിങ്ങൾക്കും അത് മനസ്സിലായിട്ടുണ്ടാകും. അള്ളാഹു നമ്മളെയെല്ലാം ഉത്തരോത്തരം നമ്മുടെ ഇൽമിലും കാര്യങ്ങളിൽ നമുക്ക് ബർക്കത്ത് നൽകി ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ഖാദിമ്യങ്ങളാക്കി, ദുനിയാവിലും അതിൻ്റെ വിജയികളാക്കി, പരലോകത്തിലും അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. നമ്മളെ അള്ളാഹു തൗഫീഖുള്ളവരാക്കി അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.